എൻ്റെ പേര് ഷാജി റസാഖ്. പുതിയതായിട്ടുള്ള ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താണ്. ഷാജി റസാഖ് എന്നാണ് എൻ്റെ പേര്. ഞാൻ കളമശ്ശേരി നിന്നാണ്. കളമശ്ശേരി എറണാകുളം കളമശ്ശേരിയിലാണ് ഞാൻ താമസിക്കുന്നത്. വളരെ മനസ്സിൽ നിന്ന് പാഷനേറ്റ് ആയിട്ട് ഒരു 3-4 മാസമായിട്ട് ഞാൻ ഈ ബാറ്ററി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 വർഷം 3 മാസമായി കൃത്യമായിട്ട് ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പ്രൊഡക്റ്റ് ഈ ബാറ്ററിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അനുഭവങ്ങൾ ഉള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ മനസ്സിൽ നിന്ന് പറയുന്ന ഒരു ദിനമാണെന്ന്. അപ്പോൾ പുതിയതായിട്ടുള്ള ആൾക്കാരും നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാർ എല്ലാവരും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു സെഷനിലേക്ക്. അപ്പോൾ എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ ആരാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്, പുതിയതായിട്ടുള്ള ആൾക്കാരത്താണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ആരാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലീഡേഴ്സിനോട് നിങ്ങൾക്ക് എന്ത് സംശയം ഈ പ്രോഗ്രാമിന് ശേഷം ഈ സെഷന് ശേഷം ചോദിച്ചും മനസ്സിലാക്കാം. അപ്പൊ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമുക്ക് ഏറ്റവും നമ്മുടെ കമ്പനി ഈ ബാറ്ററിനെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബാറ്ററി എന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അല്ല ലോകോത്തരമായിട്ട് വളർന്നു വരുന്ന 2007 മുംബൈയിൽ സ്ഥാപിതമായ ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി ബയോ മാഗ്നറ്റിക് തെറാപ്പി പ്രൊഡക്ട്സ് ആണ് മെയിൻ ആയിട്ട് മാനുഫാക്ചർ ചെയ്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം ഇതിലെങ്കിൽ ഏറ്റവും ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയും പടച്ചവന് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ഇന്ന് പ്രത്യേകിച്ചും ഈ ഒരു പുലർച്ച ഈ ഒരു സമയത്ത് നമ്മള് ഇവിടെ എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുന്നത്. ഇപ്പൊ 42ഓളം പേര് ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇതിനി കൂടി വരുന്നതാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ആരോഗ്യം സമ്പത്തും സമൃദ്ധമായിട്ട് കിട്ടുന്ന വളരെ ഏറ്റവും ദൈവാധീനമുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഞാൻ കമ്പനിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി മുംബൈയിൽ തുടങ്ങിയതാണ്. സയന്റിസ്റ്റ് ഡോക്ടർ സാഗർ ജോഷി സാറാണ് കമ്പനിയുടെ MD. ഈ ഒരു ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്, കണ്ടുപിടിച്ചിരിക്കുന്ന അദ്ദേഹമാണ്. ഇദ്ദേഹം തന്നെയാണ് പ്രൊമോട്ടറും, ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. മൊത്തം കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അദ്ദേഹമാണ്. 18 വർഷമായിട്ടുള്ള ഇന്ത്യൻ കമ്പനിയാണ്. നമുക്ക് ഇതിന്റെ ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ നിന്ന് പഴയ കാലത്ത് നമ്മുടെ പഴമക്കാർ, നമ്മുടെ വല്യച്ഛനും വല്യമ്മ അങ്ങനെയുള്ള പഴമക്കാർ, നമ്മുടെ കാരണക്കന്മാർ ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് ഭൂമിയുമായിട്ട് ബന്ധമുള്ള ഒരാൾക്കാരായിരുന്നു. ഭൂമിയുമായിട്ട് അത്രയും അടുത്ത് ജീവിച്ചിരുന്ന ഒരാൾക്കാരായിരുന്നു. അപ്പൊ അവർക്ക് ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ഊർജ്ജവും അവർക്ക് കിട്ടിയിരുന്നു. സൂര്യപ്രകാശത്ത് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിയിരുന്നു. കൂടുതലും കർഷകരായിരുന്നു. അന്നത്തെ കാലത്ത് നല്ല ഭക്ഷണം, നല്ല ശ്വസിക്കുന്ന വായു, വെള്ളം എല്ലാം ലഭിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അസുഖങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിത രീതി മൊത്തം മാറി. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിത രീതി അസുഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും കഴിക്കുന്ന ഭക്ഷണം ശരിയല്ല, വെള്ളം ശരിയല്ല, ശ്വസിക്കുന്ന വായു ശരിയല്ല. ഒരു രോഗിയായി കഴിഞ്ഞാൽ അദ്ദേഹം കഴിക്കുന്ന മരുന്നിൽ നിന്നടക്കം ദോഷഫലങ്ങൾ ഉണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും, അത് വളരെയധികം അപകടാവസ്ഥയിലേക്ക് പോയി ലാസ്റ്റ് മരണം വരെ സംഭവിക്കാം. ഞാൻ തുറന്നു പറയാണ്, മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ രീതികൾ പോലെയാണ് നമുക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ അലോപ്പതി ഞാൻ ഒരു ചികിത്സാ രീതിയും കുറ്റം പറയുന്നല്ല കേട്ടോ. അലോപ്പതി, ആയുർവേദം, ഹോമിയോ അങ്ങനെയുള്ള ചികിത്സ ഒക്കെ നല്ലതാണ്, എല്ലാത്തിനും അതിന്റെ മഹത്വമുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ചും അവർക്ക് പാർശ്വഫലങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിച്ചാണ്. അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും നമുക്ക് അസുഖങ്ങൾ വരരുതെന്നാണ് ആഗ്രഹം. അപ്പൊ ഇന്ന് നമുക്ക് അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മാതാപിതാക്കള് ആരെങ്കിലും വീട്ടിൽ അസുഖങ്ങൾ ഉള്ള ആൾക്കാർ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും നല്ല ആരോഗ്യത്തിലേക്ക് മരുന്നെല്ലാം നിർത്തി നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ ഈ ലോകത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആരോഗ്യം മാത്രമല്ല, നമുക്ക് 2 സാമ്പത്തികവും വേണം. ഇതെല്ലാം നമുക്ക് ഇവിടെ സമൃദ്ധമായിട്ട് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ടെസ്റ്റിമോണിയൽ സെക്ഷനാണ്. ഓരോരുത്തരായിട്ട് അവരുടെ പേര് പറയുക, അവരുടെ സ്ഥലം പറയുക. ഇവിടെ ഈ ബാറ്ററി എന്ന് പറയുന്ന ഈ ഒരു മഹത് പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആരാണ് കൊണ്ടുവന്നത്, നിങ്ങൾക്കുണ്ടായ അനുഭവം പറയുക. അതുപോലെ നിങ്ങൾ മൂലം വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങളും കറക്റ്റായിട്ട് പറയുക. കറക്റ്റായിട്ട് കാര്യങ്ങൾ അനുഭവം നിങ്ങൾ ഇവിടെ പങ്കുവെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിൽ നിന്ന് ഒരു അപേക്ഷയുണ്ട്. ആർക്കെല്ലാം അനുഭവം കിട്ടിയിട്ടുണ്ടോ അവരെല്ലാം വളരെ മനസ്സ് തുറന്ന് ഒരു മടിയും കൂടാതെ തീർച്ചയായിട്ടും പെട്ടെന്ന് അനുഭവങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി ഒരു 2 സെക്കൻഡ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ ഒരു മൗന പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഈ സെക്ഷൻ തുടങ്ങാം. താങ്ക് യു. ഞാൻ എൻ്റെ അനുഭവം തന്നെ ഞാൻ ആദ്യം പറയാം. ഞാൻ ഈ ബാറ്റത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നതാണ്. എനിക്ക് മലമൂത്ര വിസർജനം കറക്റ്റായിട്ട് എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം വല്ലാത്തൊരു പ്രശ്നമായിരുന്നു എനിക്ക്. കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മലബന്ധം.
മലബന്ധം അല്ലെങ്കിൽ മൂത്ര തടസ്സമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് അവരെ എത്രമാത്രം ബുദ്ധിമുട്ടെന്നുള്ളത് അത് ആ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. അത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ കൈകാല് വേദന, കാലുമുട്ട് വേദന, അതുപോലെ വെരിക്കോസ് വെയിന്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് യൂറിനറി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നത് സെക്ഷൽ പ്രോബ്ലം, ഞാൻ തുറന്നു പറയുകയാണ്. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോ എനിക്ക് അലോപ്പതി ചികിത്സ ട്രീറ്റ്മെന്റ് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആയുർവേദം, ഹോമിയോ അങ്ങനെയുള്ള ചികിത്സകളായിരുന്നു ഞാൻ മുന്നോട്ട് പോയിരുന്നത്. പിന്നെ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുമായിരുന്നു, പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ആരോഗ്യം നോക്കിയിട്ട് വന്നിരുന്നത്. പക്ഷെ ഇതെല്ലാം കഴിക്കുന്ന സമയത്ത് മാത്രം ആ സമയത്ത് മാത്രം നമുക്ക് ആശ്വാസം വരും, ആ രോഗങ്ങൾക്ക് ആശ്വാസം വരും. പിന്നെ അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ഒരു 1.25 വർഷം, ദാറ്റ് മീൻസ് ഒരു വർഷം കൃത്യമായിട്ട് ഒരു 3 മാസം 15 മാസമായി ഞാൻ ഇവിടെ ഈ വട്ടത്തിൽ വന്നിട്ട്, നമ്മുടെ ഈ മഹത് പ്രസ്ഥാനത്തിൽ, ഈ ഭാഗ്യ പ്രസ്ഥാനത്തിൽ, അള്ളാഹുവിന്റെ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് എനിക്ക് ഒരു മാസം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരു മാസത്തിനുള്ളിൽ ഈ പറയുന്ന എല്ലാ അസുഖങ്ങൾക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ എനിക്ക് അസുഖം മാറി ഏറ്റവും ആരോഗ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൂടാതെ ഞാനിപ്പോ വളരെ ശക്തമായിട്ട് മനസ്സിൽ നിന്ന് പാഷനേറ്റ് ആയിട്ട് ഞാൻ ജനങ്ങൾക്ക് ഈ ബൈറ്റർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റും പ്രൊജക്റ്റും ഞാൻ വളരെ മനസ്സിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആൾക്കാർക്ക് ആരോഗ്യ സമ്പത്തൊക്കെ നേടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏതാനും 2-3 അനുഭവങ്ങൾ, സ്പോട്ട് അനുഭവങ്ങൾ മാത്രമേ ഞാൻ പറയാം. ധാരാളം നമുക്ക് പ്രഷറും പ്രമേയം കൈകാര്യം അങ്ങനെയൊക്കെ ധാരാളം ആൾക്കാർക്ക് ഞാനും കൊടുത്തിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ സ്പോട്ട് അനുഭവം ഞാൻ അനുഭവം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും കേൾക്കാത്ത ആൾക്കാർ, പുതിയ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. എനിക്ക് സ്പോട്ടിൽ അനുഭവം കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ട്രെയിൻ വരുന്ന സമയത്ത് ഒരു മോൻ എന്റെ മുമ്പിലിരിക്കുകയാണ്. ഞാൻ എല്ലാവരായിട്ടും വളരെയധികം നന്നായിട്ട് സൗഹൃദമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങോട്ട് ഞാൻ കയറി പരിചയപ്പെട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്താ, ഒരു മോൻ പെട്ടെന്ന് നെഞ്ചിലിങ്ങനെ പിടിച്ചിട്ട് വല്ലാത്ത വിമിഷ്ടം കാണിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, മോൻ എന്ത് വെച്ചടാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് എനിക്ക് ശ്വാസം മുട്ടുണ്ടാവാറുണ്ട്, എനിക്കിപ്പോ വല്ലാത്ത വിമിഷ്ടം തോന്നി, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലാന്നോ. ഞാൻ അപ്പൊ തന്നെ നമ്മുടെ റിസ്റ്റ് ബാൻഡ് കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടിക്ക് കൈ കെട്ടിക്കൊടുത്തു. നമ്മുടെ മാഗ്നറ്റിസ് വാട്ടർ, വണ്ടർ വാട്ടർ എന്നാണ് ചൈനീസ് പറയുന്നത്. ചൈനക്കാരൊക്കെ പറയുന്നത് വണ്ടർ വാട്ടർ, അത്ഭുതകരമായ വാട്ടർ. നമ്മളിപ്പോ സംസം വെള്ളം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ റിസ്റ്റ് ബാൻഡ് കൈ കെട്ടിക്കൊടുത്തു, നമ്മുടെ സംസം വെള്ളം കൊടുത്തു. ആ കുഞ്ഞിന് 5 മിനിറ്റ് പോലും ആയില്ല. ആ കുഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യത്തിലേക്ക് വന്നു. ആ ശ്വാസം മുട്ട്, ആ വിമിഷ്ടം അങ്ങോട്ട് മാറി. അതുപോലെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, നമുക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ, ഞാൻ പട്ടാമ്പിയിൽ വർക്ക് വരുന്ന സമയത്ത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലായി നിൽക്കുക. ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഒരു കൊച്ചു പെൺകുട്ടി, ഒരു 10-18 വയസ്സുണ്ടാവും കൂടി വന്ന ആ കുട്ടിക്ക്. ആ കുട്ടി ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് തല ഇങ്ങനെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. വല്ലാതെ കരച്ചില്ല, വല്ലാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഒച്ചട്ടുള്ള രീതിയിലുള്ള കരച്ചിലായിരുന്നു ആ കുട്ടിയുടെ കൂടെ ഒരു കൂട്ടുകാരുണ്ട്. എന്നുവെച്ചാൽ അവർ രണ്ടുപേരും എന്തോ ഒരു കാര്യത്തിന് പട്ടാമ്പിൽ വന്നതാണ്. അപ്പൊ ഈ കുട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു, എന്താ മോനെ എന്ത് പറ്റിയ കുട്ടി എന്ന് പറഞ്ഞപ്പോ, അങ്ങളെ ആ കുട്ടിക്ക് മൈഗ്രെയിൻ ഉണ്ട്, അപ്പൊ തലവേദന ഇളകിയിട്ടുണ്ട്. ഇടയ്ക്ക് മൈഗ്രെയിൻ വരുന്ന, നല്ല തലവേദന വരുന്നതാണ്, അപ്പൊ മൈഗ്രെയിൻ ഇളകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഉടനെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിസ്റ്റ് ബാൻഡ്, നമ്മുടെ വെള്ളം, മാഗ്നറ്റിസ് വാട്ടർ കൊടുത്തു. 5 മിനിറ്റ് പോലും ആയില്ല സഹോദരങ്ങളെ, ആ കുഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചില്ലെന്നുള്ളൂ. എന്നെ അടുത്ത് വന്നിട്ട്, അങ്ങളെ വലിയ സന്തോഷം. ഞാൻ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന കുട്ടിയായിരുന്നു. എറണാകുളം വരെ ഞാൻ അല്ലെങ്കിൽ ഈ തലവേദന വെച്ച്, അല്ലെങ്കിൽ ഞാൻ രാവിലെ വരെ ഈ തലവേദന ഞാൻ അനുഭവിക്കേണ്ടി വന്നിരുന്നേനെ. എന്താ അങ്ങനെ ഏതാ ചെയ്തെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ തലവേദന മാറി. എന്നോട് പറഞ്ഞ വാക്കാണ്. എനിക്ക് പറയുന്ന സമയത്ത് എനിക്ക് ഗൂസ് ബംസ് വരുന്നത്. ഗൂസ് ബംസ് വെച്ചിട്ടുണ്ടെങ്കിൽ രോമാഞ്ചം. നമ്മൾ സത്യം പറഞ്ഞാൽ മാത്രമേ രോമാഞ്ചം വരത്തുള്ളൂ. ഗൂസ് ബംസ് എനിക്ക് വന്നോണ്ടിരിക്കുക, രോമാഞ്ചം വന്നോണ്ടിരിക്കുക. അത്രയും മഹത്തരമായ, അത്രയും അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട്സ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. റിസൾട്ട്സ് കേൾക്കാനായിട്ട് ഞാനും ഓൾറെഡി ഒരു റിസൾട്ട് എന്റെ ഇപ്പൊ ഈ ഒരാഴ്ച മുമ്പ് കിട്ടിയുള്ള ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് നമുക്ക് സെക്ഷനിലേക്ക് നമ്മുടെ എല്ലാവരും നിങ്ങളുടെ അനുഭവങ്ങൾ പറയുക, മനസ്സോർന്ന് പറയുക, മടി കൂടാതെ പറയുക. ഓക്കെ. ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരാഴ്ച മുമ്പ് കണ്ണിന് ഇൻഫെക്ഷൻ വന്നു. എന്റെ വലത് കണ്ണിലാണ് വന്നത്. നല്ല നീര് വെച്ചു, കണ്ണിന് ഒരു കുരുവൊക്കെ വന്നു, നല്ല നീരും വേദനയും ഒക്കെ ആയിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഈ കണ്ണിനും ഇടത്ത് കണ്ണിനും എനിക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഒന്നും ചെയ്തില്ല സഹോദരങ്ങളെ. സത്യമായിട്ട് ഞാൻ മനസ്സ് തുറന്നാ പറയുന്നത്. ഞാൻ ഒരു ഡോക്ടറെ അടുത്തും പോയില്ല, ഐ ഡോക്ടറെ കാണാൻ പോയില്ല, ഒരു ഓയിന്റ്മെന്റും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. നമ്മുടെ റിസ്റ്റ് ബാൻഡ് എടുത്ത്, നമ്മുടെ പെയിൻ റിലീഫ് ബാൻഡ് എടുത്തിട്ട് ഞാൻ തലയിലങ്ങ് കെട്ടി. എനിക്കറിയാം ബ്ലഡ് സർക്കുലേഷൻ നടന്നാൽ ഒരുവിധം വേദനയെങ്കിലും കുറയുമെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ ഒരു പരീക്ഷണമായിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പെയിൻ റിലീഫ് ബാൻഡ് എടുത്തിട്ട് ഞാൻ നെറ്റി കെട്ടി. നമ്മുടെ വെള്ളം, മാഗ്നറ്റിസ് വാട്ടർ കൊണ്ട് ഞാൻ മുഖം ഒരു 5-8 പ്രാവശ്യം ഞാൻ കറക്റ്റായിട്ട് മുഖത്തടിച്ച് കഴുകി. അത് മാത്രമല്ല, നിങ്ങളുടെ നിങ്ങളുടെ കണ്ണ് എഴുതുന്ന പോലെ, കൺമഷി എഴുതുന്ന പോലെ ഞാൻ മാഗ്നറ്റിസ് വാട്ടർ ഞാൻ ഉള്ളിലേക്ക്, നമ്മുടെ കണ്ണിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. പുറത്തും
കണ്ണിന്റെ പുറത്തും എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. ഇങ്ങനെ ഒരു 5-8 പ്രാവശ്യം ചെയ്തു. 1 മണിക്കൂർ പോലും ആയില്ല എന്റെ സഹോദരങ്ങളെ, എന്റെ കണ്ണിന്റെ നീര് കുറഞ്ഞു, വേദന കുറഞ്ഞു. ഞാൻ അതിന്റെ ഫോട്ടോ ഉണ്ട്. ഇന്ന് ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ആ ഫോട്ടോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അപ്പൊ അത്രയും ദൈവത്തിന്റെ അനുഗ്രഹമുള്ള സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ എന്റെ അനുഭവം പറഞ്ഞു നിർത്തുകയാണ്. ധാരാളം നമ്മുടെ മക്കൾക്കെല്ലാം, കുഞ്ഞു മക്കൾക്കായാലും നമ്മൾ ആർക്കും വീട്ടിൽ അസുഖം വരരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ല, എന്തെങ്കിലും അസുഖങ്ങൾ നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മരുന്നെല്ലാം നിർത്തി, നമ്മുടെ പാരന്റ്സ് ആയാലും നമ്മുടെ മാതാപിതാക്കളായാലും ആരായാലും നമ്മുടെ വേണ്ടപ്പെട്ടവരെ മരുന്നിൽ നിന്ന് മോചിതരാക്കി ഏറ്റവും നല്ല ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഇവിടെ നമ്മുടെ ഈ ബെറ്റർ എന്ന് പറയുന്ന ഈ മഹത് പ്രസ്ഥാനത്തിൽ, ഈ ദൈവികമായ പ്രസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നടക്കും. ഏറ്റവും നല്ല ആരോഗ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ സമ്പത്തുണ്ടായിരിക്കും. അപ്പൊ കൂടി ഞാൻ സംസാരിക്കുന്നില്ല. ആദ്യത്തെ ആളെ സംസാരിച്ചോളൂ പ്ലീസ്. സ്വാഗതം ചെയ്യാണ് ഞാൻ ആദ്യത്തെ ആളെ. ഗുഡ് മോർണിംഗ് സഫിയ മാഡം. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം, അതോടൊപ്പം തന്നെ നല്ലൊരു ഹാപ്പി സൺഡേ ആശംസിക്കുന്നു. എനിക്ക് ഒരാളുടെ റിസൾട്ട്, ഞാൻ ഒരു 2 മാസം മുമ്പ് ഒരു പ്രോഡക്റ്റ് മൂവാറ്റുപുഴ, അത് ഞാനൊന്ന് പരിചയപ്പെടുത്തിയില്ല, സോറി. എൻ്റെ പേര് സഫിയ അബ്ബാസ്, മൂവാറ്റുപുഴ പിഴക്കാപ്പള്ളി സ്വദേശിനിയാണ്. ഈ ബയോട്ടോറി എന്ന ബിസിനസ് ഏറ്റെടുത്തിട്ട് ഏതാണ്ട് 1 വർഷത്തോളം ആവുന്നു. ഞങ്ങള് ഫാമിലി ആയിട്ട് ഈ ബയോട്ടോറി ബിസിനസ് ഫുൾ കരിയറായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ 2 പ്രോഡക്റ്റ് ഞങ്ങളുടെ വീട്ടില് ഫാമിലി എല്ലാവരും മാറി യൂസ് ചെയ്യുന്നു. എന്ത് അസുഖം വന്നാലും അടുത്ത ആളിലേക്ക് പെട്ടെന്ന് കൈമാറി അങ്ങനെ ഞങ്ങള് ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നു. കൂടാതെ ഈ അടുത്തിടെ ഉണ്ടായ ഒരു റിസൾട്ട് പറയാനാണ് ഞാനിവിടെ പറയുന്നത്. അതായത് 2 മാസം മുമ്പ് ഒരു സൂഫി എന്ന് പറയുന്ന ആനിക്കാട്, അതായത് മൂവാറ്റുപുഴന്ന് തൊടുപുഴ റൂട്ട് പോകുന്ന വഴിക്ക് ആനിക്കാട് എന്ന സ്ഥലത്ത് സൂഫി എന്ന് പറയുന്ന ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്തു. പുള്ളിക്കാരിക്ക് 9 വർഷക്കാലമായിട്ട് വെരിക്കോസ് വെയിൻ വന്നിട്ട് കാലിന് ഭയങ്കര നീരും, അതുപോലെ പൊട്ടിയിട്ട് ഭയങ്കര ഇൻഫെക്ഷൻ പോലെയൊക്കെ ആയിരുന്നു. നടക്കാനൊക്കെ വലിയ പ്രയാസത്തിലായിരുന്നു. അങ്ങനെ ഈ പ്രോഡക്റ്റ് ഞങ്ങൾ പരിചയപ്പെടുത്തി, പുള്ളിക്കാരി അത് വാങ്ങിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ഫോളോ അപ്പ് ഉണ്ടല്ലോ. ഞങ്ങൾ ഏതാണ്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും ഹസ്ബൻഡോടും കൂടി ഞങ്ങൾ വീണ്ടും അവരുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും നമ്മൾ ആ കൊടുത്തപ്പോൾ ഉള്ള ആ സന്തോഷമൊന്നും മുഖത്തില്ല. പിന്നെ നമ്മളോടുള്ള ആ ഒരു ട്രസ്റ്റ് വെച്ച് കയറി ഇരിക്കുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, ആ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട്, പക്ഷെ വേദന കൂടുവാണ് എന്നൊക്കെ പറഞ്ഞ് മുഖത്തായ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സാറിന്റെ പേർക്ക് പറഞ്ഞു അത് ചില ആളുകളുടെ ബോഡിയായിട്ട് എഫക്ട് ചെയ്യുന്നതായിരിക്കും. അത് ചിലവർക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും, ചിലർക്ക് ഇച്ചിരി വൈകിയായിട്ട് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ പേടിക്കേണ്ട, കാര്യമായിട്ട് സ്ഥിരമായിട്ട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിന്റെ കുറച്ച് സയൻസും കാര്യങ്ങളൊക്കെ, അതായത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകും. അതുപോലെ ബ്ലോക്ക്, നമ്മൾ ഒരുപാട് നേരം നിൽക്കുമ്പോൾ പ്രഷർ കൂടിയിട്ട് ബ്ലോക്ക് വരുന്നതാണ് കാലിലേക്ക്. അപ്പൊ ആ ഞരമ്പുകളുടെ ഇതിനനുസരിച്ച് അത് വ്യത്യാസം വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ സയൻസ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു മടി വരുമല്ലോ സ്വാഭാവികമായിട്ട്. അവർക്ക് റിസൾട്ട് ഇല്ലെന്നല്ല പറയും, ഇനി ചോദിക്കാം. പക്ഷെ സത്യം എനിക്കൊരു, സാറിന് ബുദ്ധിമുട്ടൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡിന്, പക്ഷെ എനിക്ക് ഒരു മടി പോലെ തോന്നി. ഞാൻ പിന്നെ വിളിച്ചില്ല. പക്ഷെ ഈ അടുത്ത ദിവസം നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ആയിട്ട് ഒരു ദിവസം ഞാൻ പോയില്ല, ഹസ്ബൻഡും അബ്ബാസ് സാറും ലീഡേഴ്സ്, നമ്മുടെ അഭിലാഷ് സാറ്, യൂനസ് സാർ അവിടെ ചെന്നപ്പോൾ അവര് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവരെ വീഡിയോ ചെയ്തു. അവര് പറയാണ് 1 മാസം ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് നല്ല റിസൾട്ട് ഉണ്ടായി. ഇപ്പൊ 2 മാസക്കാലമായി ഞാനിത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നു. കൂടാതെ ഇവരെവിടെ പോയാലും ഹോസ്പിറ്റലിൽ, അവൾക്ക് 2 പെൺമക്കളെ കല്യാണം കഴിച്ച് അവരുടെ മക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും ആരെ കണ്ടാലും കാലയിലേക്ക് നോക്കും. കാലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരോട് റെഫർ ചെയ്യും, ഇന്നൊരു സംഭവം ഇട്ടോ. അങ്ങനെ ഇപ്പൊ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ ഒരാൾക്ക് വേണം, ഇവിടെ ഒരാൾക്ക് വേണം, നമ്പർ തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അതിന്റെ വീഡിയോ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് നമ്മുടെ അഭിലാഷ് സാറ്. അപ്പൊ ഇതാണ് നല്ല റിസൾട്ടാണ്. നമ്മുടെ ഈ പ്രോഡക്റ്റിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടത് ഉപയോഗിക്കണം. അതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിച്ചാൽ ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ സ്നേഹിക്കുക. അതുപോലെ എൻ്റെ ഫാമിലിയിൽ ഇന്ന് എൻ്റെ മകന് പനിയാണ്, എന്നിട്ട് പോലും ഞങ്ങളൊരു ടാബ്ലറ്റ് പോലും കൊടുക്കാതെ ആ മാട്രസ് വിരിച്ച് അതിലേക്ക് കിടത്തിയേക്കുന്നത്. ഉമ്മ പറയും, മോനെ മരുന്ന് കഴിക്കണ ഇതിൽ കിടന്നോ എന്നും പറഞ്ഞ് എൻ്റെ മകനെ അതിലേക്ക് കിടത്തിയേക്കുക. പനി നല്ല മാറ്റമുണ്ട്, ആ ഹൈ ആയിട്ടുള്ള ഇതൊക്കെ കുറവുണ്ട്. ഇപ്പൊ നല്ല രീതിയിൽ അവൻ എഴുന്നേറ്റ് ഇപ്പൊ രാവിലെ നമസ്കരിച്ചിട്ട് വീണ്ടും അവിടെ ഇരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ട്.
അപ്പൊ അത്ര ഇപ്പൊ ഷാജി സാറ് പറഞ്ഞു, നമ്മുടെ റിസൾട്ട്, നമ്മുടെ പ്രോഡക്റ്റിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, എല്ലാവരും ഇത് യൂസ് ചെയ്യുക വീണ്ടും വീണ്ടും. അതുപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, മുട്ടത്തുള്ള രാജമ്മയുടെ പറയാം, ഈ ആംബുലൻസ് ഒക്കെ പോണ കാണുമ്പോ എനിക്ക് വട്ടം കയറി നിക്കാൻ തോന്നും മേഡം. വട്ടം കയറി നിന്നിട്ട് തടഞ്ഞിട്ട് അതിനകത്തുള്ള രോഗിന്റെ ഓക്സിജന്റെ അളവ് കുറവുമ്പോഴാണ് ഇവർ ഈ ഓക്സിജൻ സിലിണ്ടറൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോണേ. അപ്പൊ അവരുടെ കയ്യിലേക്ക് ഇത് കെട്ടിക്കൊടുക്കാൻ എനിക്ക് തോന്നാറുണ്ട്. അത്ര നല്ല റിസൾട്ടാ നമ്മുടെ പ്രോഡക്റ്റിന് എന്നാ മേഡം പറയാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രോഡക്റ്റിനെ സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ അതിന്റെ വെൽത്തും ഹെൽത്തും ഹാപ്പിനെസ്സും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഓൾ. താങ്ക് യു ഷാജി സാർ. ഓക്കെ, താങ്ക് യു സഫിയ മാം. അതാണ്, ഇത് മനസ്സിൽ നിന്നുള്ള വാക്കുകളാണ് ഈ സഫിയ മാം ഇപ്പൊ പറഞ്ഞത്. നമ്മള് ജനങ്ങളിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അവര് പല രീതിയിലും അവർക്ക് നെഗറ്റീവ് പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്താൽ തന്നെ അവര് ചിലപ്പോൾ ഉപയോഗിക്കാൻ മടി കാണിക്കും. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. മാഡം പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ വലിയ പോയിന്റ് ആണ്, ഫോളോ അപ്പ് എന്നുള്ള ഒരു സംഭവം. നമ്മൾ പ്രൊഡക്റ്റ് വെറുതെ കൊടുത്ത് ഇങ്ങോട്ട് വരരുത്, വീണ്ടും വീണ്ടും വിളിക്കുക, നേരിടുക, ഫോളോ അപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ അവർ കറക്റ്റായിട്ട് ഉപയോഗിക്കുള്ളൂ, റിസൾട്ട് വരുത്തുള്ളൂ. മാഡം വലിയൊരു കാര്യം മാഡം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആംബുലൻസിന്റെ കാര്യം, എന്റെ ദൈവമേ, ഞാൻ സത്യം പറഞ്ഞ പടച്ചോനെ സത്യം ഞാൻ പറയാണ്, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആംബുലൻസിന്റെ മുമ്പിൽ പോയിട്ട് ആ ഒരു റിസ്റ്റ് ബാൻഡ് ഒക്കെ കെട്ടിക്കൊടുത്ത് ബാങ്ക് സ്വാർട്ടൊക്കെ കൊടുത്ത് ആ പാവങ്ങളെ രക്ഷിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യം അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലെ സാഹചര്യം അത് നേരെ വിപരീതമാണ്. നമുക്കത് ചിലപ്പോ വേറെ തിരിച്ചടിയായിരിക്കും കിട്ടുക. അടുത്ത ആള് പ്ലീസ്. ഞാൻ കാവനൂരാണ്. അത് നമുക്ക് നല്ല റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ആൾക്കാർക്കും നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. 40 കൊല്ലമൊക്കെ സുഖമില്ലാതായി കിടക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് നല്ല റിസൾട്ട് ആണ് നമ്മളെ കൊണ്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും നല്ല ആരോഗ്യം കിട്ടുന്നതും നമുക്ക് എന്നും നല്ല നിലനിൽക്കുന്ന ആരോഗ്യം കിട്ടുന്ന നല്ല വലയാട്ടി സൂക്കേടുകളും ഉണ്ടായിരുന്നു. അതൊക്കെ സുഖമായി, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഞാൻ പാസത്തിലൊക്കെ ഓടാനും പായാനൊക്കെ കഴിയുള്ളൂ. ഏതായാലും നല്ല എത്രയെന്ന് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്നോ മരണത്തിലായിരുന്നു. അത്രയ്ക്കുള്ളൊരു അസുഖമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിനൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പം യാതൊരു കുഴപ്പമില്ല. ഇതിൽ ഞാൻ പ്രവർത്തിക്കുന്നവർക്കും ശരിയായിട്ട് എല്ലാവർക്കും നല്ല ആരോഗ്യം കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു. ഞാൻ കുറെ ആൾക്കാരെ ഒരു 10, 12, 15 ആൾക്കാരൊക്കെ മുതൽ കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇനിയും കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇനി ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനാണ് നല്ല ഒരു ഉന്മേഷത്തോടുകൂടെ നമുക്ക് പറയാൻ ചങ്കുറ്റത്തിൽ പറയാൻ കഴിയും. എന്താ വെച്ചാൽ നമ്മളെ ഈ വയോട്ടൂരം കിടക്കേണ്ട എത്ര പറഞ്ഞാലും തീർച്ചയുണ്ടാവില്ല. അത്രയ്ക്കും നല്ലൊരു സംഭവമാണ് നമുക്ക് കയ്യിൽ കിട്ടിയത്. ചില ആൾക്കാരോട് പറയുമ്പോൾ അവരൊക്കെ വലിയ നെറ്റീവ് പറയും, ചിലർ പൈസന്റെ മുഖം പറയും. അതൊന്നും ഞാൻ മൈൻഡ് വെക്കൂല. ഞാൻ ആരെ കൊണ്ടും എത്ര വലിയ ആൾക്കാരോട്ടും ഞാൻ ഇവിടെ ആശുപത്രിയിൽ നിന്നിട്ട് ഇപ്പൊ ഡോക്ടറോട് അടുത്ത് പറഞ്ഞു, നമുക്ക് പറഞ്ഞതിനൊരു കുഴപ്പമില്ല. എത്ര ആൾക്കാരോട് പറയാനുള്ളൊരു കഴിവ് ഈ വയോട്ടൂരൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നുള്ളവർക്ക് എനിക്ക് അറിയില്ല, എല്ലാവരും ശരീരം ഒരേപോലെ ആവില്ല. അതിൽ ഞാൻ കൊടുത്ത ആൾക്കാർക്ക് നല്ല റിസൾട്ടോട് കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ ഇറങ്ങി പറയാൻ ഇപ്പൊ എന്റെ മരുമോൾ ആശുപത്രിയിലായിട്ട് ഇറങ്ങാനും പോരാനും പറയാനൊന്നും പറ്റാത്ത ഒരു 3-4 സ്ഥലത്ത് പറഞ്ഞ ഞാൻ ഇവിടെ തന്നെ കുറെ ഫോണിന്റെ നമ്പർ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരോട് പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റിസൾട്ടോട് കൂടെ പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മളെ കയ്യിൽ കിട്ടിയത്. എന്താണ് സാറെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും നല്ലൊരു കൂടുതൽ പറയാൻ നിങ്ങൾക്ക് കഴിയൂല. എനിക്ക് വളരെ സന്തോഷങ്ങളാണ് ഈ നന്നാട് എന്റെ ജീവിതത്തിലേക്ക് ഇത്ര നല്ലൊരു ആരോഗ്യം കിട്ടിയത്. ഞാൻ ഇത്രയും കിട്ടുന്നുള്ള ഒരിക്കലും ആലോചിച്ചിട്ടല്ല. അപ്പൊ ഞാൻ അതിൽ കടന്നിട്ടല്ല. എന്നാലും ഞാനിപ്പോ ഒരു 10 മാസമായില്ലേ. അപ്പൊ നല്ലൊരു ആരോഗ്യമാണ് ഇപ്പൊ. ഞാൻ പാസ്പോർട്ടിൽ നിന്നിട്ടും ഇതൊരു കുഴപ്പമില്ല. ഏതായാലും എല്ലാവർക്കും നല്ലതായി വരട്ടെ. പുതിയത് വന്നവരൊക്കെ കൂടെ വിജയിച്ചു വരട്ടെ. പരമാർത്ഥമായി പറയാൻ കഴിയും. എനിക്ക് അത്രയൊന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ എന്നാ ശരി. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു കോട്ടയം മാം. ഇതാണ് നമ്മള് അത്രയും മനസ്സിൽ നിന്ന് ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്. നമുക്ക് ഇപ്പൊ ഒരു വയസ്സായിട്ടുള്ള ഒരു വ്യക്തി, ഒരു 65 കഴിഞ്ഞാൽ, അതിപ്പോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എന്തെങ്കിലും അസുഖത്തിന് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോവാണെങ്കിൽ അവര് ഡോക്ടേഴ്സ് പറയുന്നത് അത്രയും പ്രായമായില്ലേ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ അല്ലേ. പക്ഷെ നമ്മുടെ ഒരു ഉൽപ്പന്നം അത്രയും ആ പ്രായമായിട്ടുള്ളവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടിരുന്ന ഇതുപോലെ സംശയങ്ങള് എന്തുണ്ടെങ്കിൽ അത്രയും ഇപ്പൊ മനസ്സിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്.
പ്രത്യേകിച്ചും ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ടും അവർ പ്രോഗ്രാമിൽ കയറി ആ ഒരു അനുഭവം പറയുന്നുള്ളതാണ് സന്തോഷം, വലിയ സന്തോഷം വേണം. നമുക്ക് എല്ലാം ആരോഗ്യ സമ്പത്തും കൂടുതൽ സമൃദ്ധമായിട്ട് കിട്ടേ. അടുത്ത പറയൂ. വേഗം വേഗം വേഗം, സമയം ഒട്ടും കളയല്ലേ പ്ലീസ്. മാക്സിമം ആൾക്കാർ സംസാരിക്കണം കേട്ടോ. നൂറ്റി 152 പേര് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ട്, സൂമിലുണ്ട്, നമ്മുടെ ഈ ഒരു സൂമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അനുഭവം കിട്ടിയിട്ടുള്ള ആൾക്കാർ മനസ്സ് തുറന്ന് സംസാരിക്കും. വേഗം വേഗം. ഗുഡ് മോർണിംഗ് സർ. മടി കൂടാതെ വാങ്ങും. എന്റെ പേര് തമ്പി എന്നാണ്, വീട് പെരുമ്പാവൂർ. ഓക്കെ സാർ. സാർ കേൾക്കാമോ സാറേ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ സാർ. സാർ എന്റെ വീട് പെരുമ്പാവൂരാണ്, പെരുമ്പാവൂർ പുല്ലുവഴി. ഞാൻ ഏകദേശം 2 വർഷം കഴിഞ്ഞു ഈ ഇതായിട്ട് അസോസിയേറ്റ് ചെയ്തു. ഒരുപാട് പേർക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തന്നെ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 5 വർഷമായിട്ട് യൂറിക് ആസിഡിന്റെ വിഷയം ഉണ്ടായിരുന്നു, അത് മാറി കിട്ടി. എനിക്ക് കാലിന്റെ മുട്ടുവേദന ഉണ്ടായിരുന്നു, അത് മാറി. എനിക്ക് കൈമരയിപ്പ് ഉണ്ടായിരുന്നു. 10 കിലോമീറ്റർ നമ്മൾ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വണ്ടി നിർത്തി നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഉടഞ്ഞ് ഒരു നാരങ്ങോളൊക്കെ കുടിച്ചിട്ട് അത് മാറി കിട്ടി. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്നവർക്ക് എനിക്ക് പേരെടുത്ത് പറയാം, പെരുമ്പാവൂർ കൊടുത്തിട്ട് 1 വർഷത്തിന് ലിവർ സിറോസിസ് വരെ മാറിപ്പോയി. ലിവർ സിറോസിസ് അങ്ങനെ എനിക്ക് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കൊടുത്ത ഒരാഴ്ച മുമ്പ് ഞാൻ കൊടുത്ത, കഴിഞ്ഞ വ്യാഴാഴ്ച കൊടുത്ത പ്രൊഡക്റ്റിന്റെ ആള് പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞേക്കാണ്, ഞാൻ 2 കൊല്ലം മുമ്പ് പറഞ്ഞതാ, 2 കൊല്ലം മുമ്പ് ഈ വ്യക്തിനെ പറഞ്ഞു. അന്ന് പുള്ളി ഈ തമ്പിനെ നടത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം പറഞ്ഞു, ഒരു 8 കൊല്ലമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റി, അതേപോലെ എന്റെ കാലിലെ നീര് പോയി. തമ്പി ഒറ്റ ദിവസം കണ്ടോ എന്റെ കാലിലെ നീര് പോയി. ഞാനിതൊരു 8-10 പേർക്ക് എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന രീതിയിൽ വന്നേക്കാണ്. നമ്മുടെ ഇത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്തിരിക്കുന്ന 158 പേരും വെൽനസ് അഡ്വൈസർമാരാണ്. നമ്മളെല്ലാവരുമാണ് ഇനി വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്, വരും തലമുറയെ സംരക്ഷിക്കേണ്ട കടമ നമ്മളിലാണ് എന്ന ഉത്തമ ബോധ്യം. കാരണം പറയുന്നവർ പലരും ഓടി വരില്ല, ഓടി വന്ന് വാങ്ങിക്കില്ല. പക്ഷെ നാളെ നമ്മുടേതാണ് എന്ന ഒരൊറ്റ വിശ്വാസത്തോടു കൂടി എല്ലാവരും മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു. താങ്ക് യു തമ്പി സാറേ. എന്താ ആ വാക്കുകൾ അത്രയും എന്താ പറയാ, അത്രയും ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ടുള്ള അത്രയും പ്രധാനപ്പെട്ട വാക്കുകളാണ് തമ്പി സാർ ഇപ്പൊ പറഞ്ഞത്. എന്തുണ്ടെങ്കിൽ നമ്മൾ വെൽനസ് അഡ്വൈസേഴ്സ്, നമ്മൾ നമ്മുടെ ഈ സമൂഹത്തെ, ഈ നാടിനെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ അല്ലെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും നല്ല രീതിയിൽ നല്ലൊരു ജനതയെ വാർത്തെടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളെന്താ അത്രയും നന്നായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം. തമ്പി സാർ പറഞ്ഞു, ഇത് യൂറിക് ആസിഡ് ഒക്കെ മൂലം എന്തോരം മനുഷ്യരെ കഷ്ടപ്പെടുന്നത്. ഞാൻ കുറെ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുന്നുണ്ട്. ഞാൻ മിക്ക ആൾക്കാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 1-2 ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കാൽമുട്ട് വേദന, കൈകരിപ്പ്, ലിവർ സിറോസിസ് ഒക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന പറഞ്ഞാൽ അയ്യോ വലിയ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട്സ് ആണ് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒന്നുമല്ല, ഇതിന് കൂടുതൽ നമുക്ക് ഉറക്കമില്ലായ്മ, ഇൻസോംനിയ. അപ്പൊ സാറ് പറഞ്ഞു 8 കൊല്ലമായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാത്ത ഒരാള്. ചിന്തിച്ചു നോക്ക്, നമ്മൾ 8 കൊല്ലം പോയിട്ട് ഒരു 2 ദിവസം മര്യാദയ്ക്ക് ഉറങ്ങാതിരുന്നാൽ തന്നെ നമ്മുടെ കഷ്ടപ്പാട്, നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പാട് എന്തായിരിക്കും. അപ്പൊ 8 കൊല്ലമായിട്ട് ശരിയായ രീതിയിൽ ഉറങ്ങിയില്ല, അത് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഉറക്കം കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, ഇതിലൊന്നും ഒന്നും പറയാനില്ല. നമ്മൾ കൂടുതൽ നമ്മൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മളിതിൽ പുതിയ വരുന്ന ആൾക്കാർ പോലും പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് നല്ല അനുഭവം വരുമ്പോൾ പടച്ചോനെ കരുതി, നിങ്ങൾ ദൈവത്തെ കരുതി നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് നമ്മുടെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യൂ. നമ്മുടെ ഈ ബാറ്ററി പ്രൊഡക്ട്സിനെ കുറിച്ച് ഷെയർ ചെയ്യൂ, ധാരാളം ആൾക്കാരിലേക്ക് എത്തിക്കൂ. അടുത്ത ആൾ പറയും. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം, പറയും മാം. എല്ലാവർക്കും എന്റെ ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ചിത്രവത്സല എന്നാണ്. ഞാൻ 5 മാസത്തോളമായി ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങി. ഞാൻ ഒരുപാട് പേർക്ക്, കുറെ പേർക്ക് ഞാൻ കൊടുത്തു. ഞാൻ റിസൾട്ട് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്തതിനാണ്. എൻ്റെ അമ്മയ്ക്ക് 83 വയസ്സായി. അമ്മ ഒരു കശുവണ്ടി തൊഴിലാളിയാണ്. അമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്. മക്കൾ പറയാറുണ്ട്, അമ്മ ഇത്രയും പ്രായമായില്ലേ, ഇനി ജോലിക്കൊന്നും പോകണ്ടെന്ന് പറയുമ്പോഴേ ഇപ്പൊ അമ്മ പറയുന്ന, മക്കളെ എനിക്ക് ഇരട്ടി ആരോഗ്യമായി, അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന കാലത്തോളം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അമ്മയ്ക്ക് പ്രഷർ, കൊളസ്ട്രോള്, ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് പ്രോഗ്രസ് ഉണ്ട്.
അപ്പൊ അമ്മയ്ക്ക് ആ ഒരു മനസ്സിനൊരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ നമ്മളുടെ ഈ പ്രോഡക്റ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രായമായവരെയൊക്കെ നമ്മള് മക്കളെല്ലാം പറയും നിങ്ങൾ പ്രായമായില്ലേ, ഇനി വീട്ടിലിരിക്കുക, ഒന്നിനും പോകണ്ട, ഇപ്പൊ ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ ചെലവിന് തരാം എന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ അമ്മ ഇപ്പൊ നല്ല ആരോഗ്യവതിയാണ്. അമ്മ പറയുന്നത് എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നുണ്ട്. അമ്മയ്ക്ക് ആരോഗ്യവും അതുപോലെ തന്നെ നല്ല മനസ്സിന് തൃപ്തിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് എൻ്റെ കുടുംബത്തിന്റെ ഒരു അവസ്ഥകൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ചരിത്രം തന്നെ മാറ്റി എഴുതിയെന്ന് പറയാം. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു മുട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ്. ഈ മെയ് 26 എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞാണ്. ഞാൻ മെയ് 3 തൊട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങി. അപ്പൊ എനിക്കിപ്പം നല്ല രീതിയിൽ എനിക്ക് എല്ലാവരും നടക്കുന്ന പോലെ എനിക്ക് എല്ലായിടവും പോകാൻ കഴിയുന്നുണ്ട്. ഒരു കുഴപ്പവും ഇല്ലെന്ന് ഈ പ്രോഡക്റ്റ് ശരിയായി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ഇപ്പൊ തന്നെ മിക്ക ലീഡേഴ്സും പറയേണ്ട, നമ്മൾ പ്രോഡക്റ്റ് കിട്ടിയാൽ യഥാവിധം പ്രോഡക്റ്റ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അപ്പൊ എന്തെങ്കിലും ഒരു ദിവസം ഒരു പാളിച്ച പറ്റില്ല, ആ പ്രോഡക്റ്റിനെ നമ്മൾ മോശമായി ചിത്രീകരിക്കരുത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലൊരു പ്രോഡക്റ്റ് കിട്ടിയാൽ യഥാവിധം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ശരിയായ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മനോജ് സാറിനും, അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രേറ്റ് ആയിട്ടുള്ള ശ്രീകുമാർ സാറ്, എല്ലാവർക്കും, അതുപോലെ തന്നെ ഇതിലിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ചിത്രവത്സല മാം, താങ്ക് യു വെരി മച്ച്. മാഡം പറഞ്ഞ ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു വാക്കാണ് മാഡം ഇപ്പൊ ഊന്നി പറഞ്ഞത്. 83 വയസ്സുള്ള മാഡത്തിന്റെ അമ്മ നല്ലൊരു റിസൾട്ട്, അതും കശുവണ്ടി തൊഴിലാളിയാണ്, എപ്പോഴും ജോലിക്ക് പോകുന്നു. എനിക്ക് ജോലിക്ക് പോകണം, ഞാനിപ്പോ നല്ല ഉഷാറിലാണെന്നൊക്കെയാണ് പറയുന്നത് അല്ലെ. ചിന്തിക്കുക, അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത്രയും വയസ്സൊന്നും പ്രശ്നമല്ല. നമ്മുടെ ഈ പ്രൊഡക്റ്റിന്, നമ്മുടെ പ്രൊഡക്റ്റ് അത്രയും അത്ഭുതകരമായ റിസൾട്ട്സ് ആണ് നൽകുന്നത്. അപ്പൊ നമ്മള് വയസ്സായിട്ടുള്ള ആൾക്കാർക്കായാലും, ഞാൻ പുതിയ വന്ന ആൾക്കാരോട് വീണ്ടും പറയാണ്, വയസ്സായിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ പോലും അവർക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് തോന്നിക്കാൻ ആ ആൾക്കാരോട്, അവരെ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞു കൊടുക്ക്, അവരെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിപ്പിക്കും, പറഞ്ഞു കൊടുക്കണം നിങ്ങൾ തീർച്ചയായിട്ടും. പിന്നെന്താ, വീട്ടിലിരുന്നുണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ് അമ്മ പറയുന്നത്. പിന്നെ പ്രൊഡക്റ്റ് പറയൂ മാം, എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സാർ പറയുന്നത് കേട്ടപ്പോ എനിക്ക് ഇച്ചിരൂടെ ഭയങ്കരമായിട്ട് എനിക്ക് ആകാംക്ഷയായി, അതുകൊണ്ടാണ്. അതാണ് നമ്മളെല്ലാവരും, നമ്മളിതിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ ഈ ബോർഡിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും മനസ്സതാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആവേശം തുളുമ്പിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രൊഡക്റ്റ് യൂസ്, മാഡം പറഞ്ഞൊരു വാക്ക്, അതൊന്നും കൂടി ഞാൻ ഊന്നി പറയാണ്. പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ആൾക്കാർ പ്രൊഡക്റ്റ് ഒരാൾ കൊണ്ടുവരുന്ന ആൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് വെള്ളം 3-4 ലിറ്റർ വെള്ളം കുടിക്കണം. കറക്റ്റ് ആയിട്ട് നമ്മുടെ റിസ്റ്റ് ബാൻഡ് കൈ കെട്ടണം, ബെഡിൽ കിടക്കണം. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്, വെള്ളം കൂടിയിലാണ് നമ്മുടെ കൂടുതൽ റിസൾട്ട് വരുന്നത്. അപ്പൊ പുതിയ ആൾക്കാരെ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. വെള്ളം എത്രമാത്രം കുടിക്കുന്നോ അത്രമാത്രം ആരോഗ്യമാണ്. ഓക്കെ, അടുത്ത ആള് പ്ലീസ്. നമസ്കാരം രാജമാം. ഞാൻ തൊടുപുഴ മുട്ടത്താണ് താമസിക്കുന്നത്. എൻ്റെ പേര് രാജമ്മ. കുറെ നാളുകളായിട്ട് ഒരു 2 വർഷത്തോളം കാലിൽ വേദനയായിട്ട് എൻ്റെ കാല് ചലിപ്പിക്കാൻ പോലും പറ്റിയല്ല. അത് ഞാൻ ഇരുന്നു. അപ്പൊ എൻ്റെ കാല് ഒന്ന് നിലത്തൂന്നെടുത്ത് കട്ടിലോട്ട് കിടക്കണമെങ്കിൽ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്കും വേദനയായിരുന്നു. അത് നന്നായിട്ട് മാറി. ഈ പ്രോഡക്റ്റ് ഭംഗിയായി ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചത് നന്നായിട്ട് മാറി. ഇപ്പൊ എനിക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റും. പിന്നെ എൻ്റെ ചേട്ടന് ഷുഗർ വന്നു. അത് പെട്ടെന്ന് അറിഞ്ഞപ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അതിനുവേണ്ടി ഈ പ്രോഡക്റ്റ് മേടിച്ചു. അതിന് മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. 3 മാസം മരുന്ന് കഴിച്ചു. 1 ഗുളിക മാത്രമേ ഉള്ളായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞിപ്പോൾ 5 മാസമായി ഒരു മരുന്നും കഴിക്കുന്നില്ല. ഈ പ്രോഡക്റ്റിൽ വിശ്വസിച്ച് ഉറച്ച് വിശ്വസിച്ച് അത് ഉപയോഗിക്കുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും ഇപ്പോൾ എല്ലാ മാസത്തിലും, ഇത് തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ എല്ലാ മാസത്തിലും റിസൾട്ട് നോക്കുന്നുണ്ട്. ഒരു ശകലം പോലും കൂടുതലില്ല. എല്ലാം
പിന്നെ നോർമലായിട്ട് 105 100 അല്ലെ 88 99 ആ കണക്കിൽ നിൽക്കുന്നു. ഒരിക്കലും പിന്നെ കൂടിയിട്ടില്ല, നോർമലാണ്. പിന്നെ അങ്ങനെ എല്ലാം പിന്നെ ഞാൻ കൊടുത്തിടത്താണെങ്കിലും 6000 രൂപയുടെ മരുന്ന് കഴിക്കുന്ന ഒരാളായിരുന്നു. നെടുങ്കണ്ടം കോമ്പയാർ ഭാഗത്ത് താമസിക്കുന്ന ഒരു ചേട്ടന് കൊടുത്തിട്ട് ആ ചേട്ടൻ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് 6000 രൂപയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. ഇന്ന് വരെ ആ മരുന്ന് നിർത്തി. പിന്നെ സ്ട്രോക്കിനൊക്കെ പല വിഷയങ്ങളുണ്ടായിരുന്നു, എല്ലാം മാറി. കൈവേദന, നടുവേദന എല്ലാം മാറി സുഖമായിട്ട് പറമ്പിലെ പണിയെല്ലാം ചെയ്ത് നടക്കുന്നു. അവരും സന്തോഷമായിട്ട് കഴിയുന്നു. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് എല്ലാവരും ധൈര്യമായിട്ടും മേടിച്ച് ഉപയോഗിക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് പറയാൻ നാവുകളേറെയാണ്, സന്തോഷമാണ്. അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കുക. ഓക്കെ സാർ. മാഡം ഓക്കെ 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 വലിയ വലിയ എന്താ പറയാ, മനസ്സിൽ നിന്ന് ആ ഒരു മാഡത്തിന്റെ ശബ്ദം എനിക്ക് തോന്നുന്നു, ശബ്ദമൊക്കെ ഇടറി ലാസ്റ്റ്. സന്തോഷം കൊണ്ടുള്ള ഒരു ഇടർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ നമുക്ക് മനസ്സിലാക്കുക, ഒരു 6000 രൂപയുടെ മാഡം പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. 6000 രൂപയ്ക്ക് വരെ മരുന്ന് കഴിച്ചിരുന്ന വ്യക്തി, അദ്ദേഹത്തിന് സ്ട്രോക്കും നടുവേദന എല്ലാം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഇപ്പൊ ഇന്ന് പറമ്പ് ജോലി മരുന്നെല്ലാം നിർത്തിയിട്ട് നല്ല ആരോഗ്യത്തിലേക്ക് വന്ന് പറമ്പിന് ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞ എന്താ പറയാ, അങ്ങനെയാണ്. അതാണ് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. എന്നുവെച്ചാൽ അങ്ങനെ ആ രീതിയിലേക്ക് ആരോഗ്യത്തിലേക്ക് നമ്മുടെ ജനങ്ങളെ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ടുവരാൻ പറ്റും. അടുത്ത ആൾ പറയും പ്ലീസ്. ഹലോ, ഗുഡ് മോർണിംഗ്. അജിത മാം ഗുഡ് മോർണിംഗ്, പറയൂ. ഹലോ, പറയൂ അജിത മാം. കേൾക്കണില്ലേ? നിലമ്പൂര് അങ്ങാടിപ്പുറം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ്. ഞങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഒരു വർഷമായിട്ടുണ്ട്. ഞങ്ങള് ഫാമിലി കോട്ടാണ് വാങ്ങിയത്. ഹസ്ബൻഡും ഞാനും കൂടി ഉപയോഗിക്കണം. എനിക്ക് പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കൈ തരിപ്പ്, കാലിന്റെ മുട്ടിന്റെ വേദന, ശ്വാസം മുട്ട്, ഇതിന് മൂന്ന് കൈയിന്റെ തരിപ്പ് നല്ല മാറി, മുട്ടിന്റെ വേദനയും മാറിയിട്ടുണ്ട്. പിന്നെ ശ്വാസം മുട്ടും നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ മാറിയിട്ടുണ്ട്. നല്ല ശ്വാസം മുട്ടായിരുന്നല്ലേ, ഒരു കയറ്റൊക്കെ കയറുമ്പോഴുള്ള ചെറിയ ചെറിയ ശ്വാസം മുട്ട, അത് മാറിയിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ടാണ്. പിന്നെ ഞങ്ങള് കഴിഞ്ഞ മാസം വയനാട്ടിലുണ്ടായിരുന്ന ടുഡേ പ്രോഗ്രാമിന് പോയിരുന്നു. മനോജ് സാറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോ കുറച്ച് മുമ്പേ ഒരു ഫാമിലി പ്രോഡക്റ്റ് അടിച്ചാൽ ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനോജ് സാറ്. ആ ഓഫർ ഞാനാണ് ഫസ്റ്റ് മേടിച്ചത്. ഞാനത് മേടിച്ചു കഴിഞ്ഞിട്ട് ഈ സൂമിൽ കയറിയിട്ടില്ല. ഞങ്ങളത് മേടിച്ചു കഴിഞ്ഞിട്ട് നേരെ ചെന്നൈയിലേക്ക് വന്നതാ. ഇപ്പൊ നാട്ടിലല്ല, ചെന്നൈയിൽ മോളെടുത്താണേ. അപ്പൊ ദിവസം കേറും കേക്കും. ഞാൻ പിന്നെ അത് പറയാക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾ അടുത്ത ആഴ്ച നാട്ടിലെത്തുള്ളൂ. പറയണമെന്നുണ്ടേനും ഇപ്പൊ ഇവിടെ രാവിലെ വെള്ളം വരെ 6 മണിക്കാണ്. ഞങ്ങൾ ആർമീന്റെ ക്വാർട്ടേഴ്സിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ രാത്രി കിടക്കുമ്പോഴേക്ക് ഏകദേശം വെള്ളം കഴിയും. ചെറിയൊരു ടാങ്കിൽ വെള്ളമേ കിട്ടുള്ളൂ. പിന്നെ 6 മണിക്ക് വെള്ളം വന്നാല് 7:30 വരെ ഇവരൊക്കെ പോണ തിരക്ക്. 2 ആൾ ഓഫീസിൽ പോകും, 2 പേരക്കുട്ടികളുണ്ട്. ആ തിരക്കിലാണ്. ഞാൻ സൂം ഓണാക്കിയിട്ട് എന്നും കേൾക്കും, കയറാൻ പറ്റില്ല. ഇന്നതാ പകുതി തുണി അലക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ. എന്തായാലും ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് മനോജ് സാറിന്റെ അടുത്ത് നിന്ന് ഒരു ഗിഫ്റ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷത്തിൽ മേടിച്ചതാ ഞാൻ. ഇന്ന് സാറിന്റെ ഇതിൽ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ എനിക്ക് കണ്ണൂരുള്ള ജനാർദ്ദൻ സാറാണ് പ്രൊഡക്റ്റ് തന്നത്. അന്ന് ഞാൻ ഈ ബിസിനസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു തന്ന സമയത്ത്. അങ്ങനെ ചെറിയൊരു ഇതിന് വേണ്ടി മേടിച്ച് നല്ല മാറ്റം വന്നു. പിന്നെയാണ് റിസൾട്ട് ബിസിനസ് ഉണ്ടെന്ന് അറിഞ്ഞ. അപ്പൊ ഞാൻ കുറെ 2 അനിയത്തികൾക്ക് കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ്. 1-2 നാട്ടിലൊരു 4-5 ആൾക്കാർക്ക് കൊടുത്തു. അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പോകുന്നപ്പോ ഞങ്ങളുടെ അമ്മായിന്റെ മോനുണ്ട്. അമ്മായിക്ക് ആദ്യം കൊടുത്തിട്ടുണ്ട്. അമ്മായിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അമ്മായിന്റെ മോന് അതേപോലെ 105 കിലോനാണ് വെയിറ്റ്. ഗൾഫിൽ നിന്ന് കഴിഞ്ഞ മാസം വന്നതാ. അവന് കുറേ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നീ അത് കൊണ്ടുപോയിട്ട് ഉപയോഗിച്ച് നോക്ക്. ഞങ്ങൾ ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വിളിച്ചു. ഏടത്തിയമ്മ തന്നു പോയത് കൊണ്ട് സന്തോഷമായി. മുതുവേദന മാറി, കായ്യവേദന മാറി, കാലുവേദന അവനെന്തോ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. അത് ഭയങ്കര സന്തോഷം. അത് പറയാന് ഞാൻ ഇപ്പൊ കയറിയത്, അവന്റെ റിസൾട്ട് പറയാന്. സൂമിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് നാട്ടിലെത്തിയിട്ട് വിളിക്കാം. ഓക്കെ. അജിത മാം താങ്ക് യു മാം. അജിത മാമിന് കൈക്കാല് തരിപ്പം, മുട്ടുവേദന, ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നു, മാറി. പിന്നെ അതുകൂടാതെ ആ ബ്രദറിന് ഉണ്ടായിരുന്ന അസുഖമാണ് മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, അജിത മാഡം പറഞ്ഞിരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്,
ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദിവസം 2 ദിവസം ഒരാഴ്ച 2 ആഴ്ചയിലേക്ക് നല്ല പെട്ടെന്ന് റിസൾട്ട് നമുക്ക് സ്പീഡ് റിസൾട്ട് കിട്ടും. ആരോഗ്യത്തിലേക്ക് നല്ല രീതിയിൽ അവർ വരും. ചില ആൾക്കാർ പതുക്കെ വരുള്ളൂ. എല്ലാവരുടെയും ബോഡി നേച്ചർ ഒരുപോലെ അല്ല. അപ്പൊ അതുകൊണ്ട് എന്താ അതിനനുസരിച്ചൊരു വേരിയേഷൻ നമുക്ക് അസുഖം റിസൾട്ട് കിട്ടുന്നതിൽ വരും. അപ്പൊ അതൊന്നും നിങ്ങൾ ആരും പുതിയ ആൾക്കാർ ഇതായിട്ട് എടുക്കണ്ട. തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് കിട്ടിയിരിക്കും. അപ്പോൾ അത് വളരെ വലിയ സന്തോഷം. അടുത്ത ആൾ പറയും പ്ലീസ്. വേഗം വേഗം, ഒട്ടും സമയം കളയാതെ പറയും. ഹലോ പറയും. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ്. ഞാൻ ഇതിലേക്ക് വന്നിട്ട് 1.5 വർഷമായി. എൻ്റെ വൈഫിന് ഇതേമാതിരി പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. പിന്നെ അയാൾക്ക് ഒരു കൊല്ലത്തിൽ എങ്ങനെ ഒരു 5 പ്രാവശ്യമെങ്കിലും തൃശ്ശൂർ ജൂബിലി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. 2 ചെവിക്കും ഓപ്പറേഷൻ ചെയ്തായിരുന്നു. പിന്നെ ഇയർ ബാലൻസ്, പിന്നെ ഫ്ലോ കമ്മിയായിരുന്നു, പിന്നെ മുട്ടുവേദന, തണ്ടൽ വേദന, ഇതൊക്കെ ഭേദമുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഷുഗർ, BP, കൊളസ്ട്രോള് ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഷോൾഡർ വേദന, ഇതെല്ലാം ഭേദമായി. കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു നല്ല രീതിയിൽ. പിന്നെ ഞാൻ ഇത് വാങ്ങിയിട്ട് 1.5 വർഷം ആയിക്കഴിഞ്ഞു എന്ന് പറയാം. എനിക്ക് ഇറങ്ങാൻ ഇതേറെ സാധിച്ചിട്ടില്ല. എന്നാലും ഒരു 2-3 ആൾക്കാർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത്രേ പറ്റുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു. അതായത് ഞാൻ ഇത് വാങ്ങുന്ന സമയത്ത് എനിക്കിതിനെ പറ്റി ഒന്ന് അറിയാം. പക്ഷെ ഞാൻ അബുദാബിയിൽ ഇരുന്ന കാലത്ത് ഈ ജപ്പാൻകാരുടെ കയ്യിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നാട്ടിൽ വന്നപ്പോ 10-15 കൊല്ലമായിട്ട് നാട്ടിലാണ്. അപ്പൊ നാട്ടിലും കടയുണ്ട്. 19 കൊല്ലമായിട്ടൊരു കടയാണ്. അപ്പൊ ഒരു കക്ഷിയുടെ കയ്യിൽ ഇതേ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു. എനിക്ക് വേഗം മനസ്സിലായി. അപ്പൊ എനിക്ക് ജപ്പാൻകാരനെ ഓർമ്മ വന്ന്. അപ്പൊ അത് ഇങ്ങനെ കാര്യങ്ങളാണ് അയാൾ പറഞ്ഞു. അത്രയേ ഉള്ളൂ. വേറൊന്നും പറഞ്ഞു തരാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. അപ്പൊ തന്നെ ഞാൻ കണ്ട് ആളെ പട്ടാമ്പി ഒരു നൗഷാദ് ഉണ്ട്, നമ്മുടെ ഒരു സാറായിരുന്നു ഇതില്. അയാളെ കണ്ടു. 2 ആളും കൂടി പോയി ബുക്ക് ചെയ്തു. അപ്പൊ തന്നെ അങ്ങനെ ഇപ്പൊ വാങ്ങി കെട്ടി ക്ലിയറായി. ഒരു കുഴപ്പമില്ല. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം വൈഫിന് ഒരു വയറുവേദന. അപ്പൊ ഈ വയറുവേദന വന്നപ്പോ 3-4 ദിവസം ഒരു 10 മിനിറ്റ് കൂടുമ്പോ ഒരു വേദന, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ ഞാൻ ഈ പാഡ് എടുത്തിട്ട് നമ്മുടെ ബുക്കുകൾ അടക്കിയിട്ട് കെട്ടി കടത്തി രാത്രിത്തേക്ക്. പിറ്റേ ദിവസം ഒരു 9 മണി 10 മണി രാവിലെ കഴിഞ്ഞപ്പോ വിളിച്ചു ചോദിച്ചു വയറുവേദന മാറുമോ ചോദിച്ചു പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. 2-3 പ്രാവശ്യം ഇതേമാതിരി വയറ്റിന്ന് നല്ലതായി പോയി. എന്തൊക്കെ പോയി എന്നറിയില്ല. ഇപ്പൊ ഇന്നേവരേക്കും ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ പോകുന്നു. കുഴപ്പമൊന്നും ഇല്ലാണ്ട്. അത്രയുള്ളൂ എനിക്ക് തിരിച്ചിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഉണ്ണികൃഷ്ണൻ സാർ. അപ്പൊ ഞാൻ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇയർ ബാലൻസ്. സാർ പറഞ്ഞൊരു മെയിൻ പോയിന്റിൽ ഒന്നാണ് ഇയർ ബാലൻസ് എന്ന് പറയുന്നത്. ഇയർ ബാലൻസ് അല്ലെങ്കിൽ യൂറിക് ആസിഡ്, ഇതിനൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ സാധാരണ മോഡേൺ മെഡിസിനിൽ ചികിത്സ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ധാരാളം ആൾക്കാർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു റിസൾട്ടാണ് ഇയർ ബാലൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം പോയിന്റ് പറയാനുള്ളത്, നമുക്ക് ഈ ഒരു എല്ലാ പെയിൻ കില്ലേഴ്സിനും നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിപ്പോ തലവേദന വന്നു, വയറുവേദന വന്നു. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ വൈഫിനൊരു വയറുവേദന വന്നു. വൈഫ് നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്ടർ എനർജി പാഡ് വെച്ചു, അസുഖം മാറി. അപ്പൊ അത് ഒരു എന്ത് പെയിൻ കില്ലേഴ്സ് ഉണ്ടെങ്കിലും പാരസ്റ്റമോളോ, അനാസിൻ, അല്ലെങ്കിൽ ഡോളോ, അല്ലെങ്കിൽ വിക്സ്, എല്ലാം ബാം എല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പ്രകൃതിപരമായിട്ടുള്ള നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥലത്താണ് നമുക്ക് ഈ ഓഡിറ്റോറിയം. അത്രയും മഹത്തരമായ ദൈവികമായ സ്ഥലം. അടുത്ത ആള് പറയും പ്ലീസ്. ഹലോ, പറയൂ ദീപു സാർ പറയൂ. പറയൂ സാർ പറയൂ. എന്റെ പേര് ദീപു എന്നാണ്. ഞാൻ പത്തനംതിട്ട നിന്നാണ് വരുന്നത്. ഇപ്പം എന്റെ സ്പോൺസർ എന്ന് പറഞ്ഞാൽ സാറാമേന്റെയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കാലിക്കറ്റ് ആണ്. അപ്പം ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ആന്റി കുറെ വർഷമായിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാനത് വലിയ ഇതൊന്നും കാര്യമാക്കിയൊന്നും എടുത്തില്ല. ഞാൻ ജോലിയുടെ ഭാഗത്തിട്ട് അങ്ങനെ തന്നെ പോകുമായിരുന്നു. അപ്പൊ എന്റെ അമ്മ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മ ഇത് തന്നെ ഇപ്പൊ അനിയന്റെ കുട്ടിയൊക്കെ നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് പെട്ടെന്ന് ഇതിനെ പുറത്തൊന്നും ഇറങ്ങാനും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഞാനിവിടെ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരം ഒരു അമ്പലത്തിൽ പോയായിരുന്നു. അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു തിരുമേനിയെ സ്ഥിരം കണ്ടുവരുന്ന. അപ്പൊ ആളെ ഒരു ദിവസം കാണാതെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തിരുമേനിയുടെ വൈഫ് പറയുവാണ് സ്ട്രോക്ക് വന്നിട്ട് പുള്ളി കിടപ്പായത്. അപ്പം ആ സമയത്ത് ഞാൻ നേരം പറഞ്ഞു, വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്, സ്ട്രോക്ക് കിടക്കുന്നു.
അപ്പം ഞങ്ങള് അമ്മയുടെ ഞാൻ പറഞ്ഞ സിറ്റുവേഷനിൽ അമ്മ അത് സാറാമ്മേന്റെ വിളിച്ചു പറയുകയും അവര് വന്ന പ്രോഡക്റ്റ് കൊടുക്കുക. അപ്പം ഞാൻ തിരിച്ച് കാലിക്കറ്റ് പോവുകയും ചെയ്തു. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി കിടപ്പായ വ്യക്തി പെട്ടെന്ന് ഈ മാഗ്നറ്റിക്കിന്റെ പാഡ് കെട്ടി എല്ലാം പുള്ളി യൂസ് ചെയ്തതിന് ശേഷം ഒരു മാസം പോലും ആയിട്ടില്ല, ഒരു 6 or 7 ദിവസത്തിനുള്ളിൽ പുള്ളി റിക്കവർ ആയിട്ട് ഇപ്പൊ വീണ്ടും അമ്പലത്തിൽ പൂജയ്ക്കും കാര്യത്തിനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ വലിയൊരു സന്തോഷമുണ്ട്. പക്ഷെ ആ വ്യക്തികൾ ഇതുവരെ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നുമില്ല. അങ്ങനെ ഒരു കാര്യം നമുക്കൊരു വിഷമമുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത് അറിഞ്ഞിട്ട് നമുക്ക് അതിന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഈ ഒരു അവസ്ഥ വന്ന് നമുക്ക് അനുഭവമുണ്ട്. അത് കാരണം ഇപ്പൊ ഞാൻ എന്റെ കാലിക്കറ്റിലെ വർക്ക് ഞാൻ നിർത്തിയിട്ട് ഞാൻ ഇത് നേരിട്ട് അനുഭവമായത് കൊണ്ട് മാത്രം ഞാൻ ഇതിനകത്ത് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. പറയൂ. എന്റെ പേര് അരുണ. ഞാൻ എറണാകുളം ജില്ലയിലെ പഴന്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ജയ്മോൻ സാറിന്റെ ടീമിലുള്ള ആളാണ്. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു ചേട്ടന് പ്രോഡക്റ്റ് കൊടുത്തിരുന്നു. ആ ചേട്ടന്റെ കാലില് വെരിക്കോസ് വന്നിട്ട്, ആലുവ സൈഡിലാണ് വെരിക്കോസ് വന്നിട്ട് കാല് പൊട്ടിയിരിക്കുവായിരുന്നു. നല്ല മുറിവുണ്ടായിരുന്നു. അവിടുത്തെ ആ ചേച്ചി പറഞ്ഞത് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഞങ്ങളത് കൊടുത്തു. ആ ചേട്ടനത് കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആ ചേച്ചി വിളിച്ചു പറഞ്ഞു മുറിവ് ഉണങ്ങി തുടങ്ങി, പിന്നെ വെള്ളം വരാൻ തുടങ്ങിയതൊക്കെ നിന്നു, സ്കിന്ന് വരാൻ തുടങ്ങി. അങ്ങനെ നല്ല വ്യത്യാസമുണ്ട്. 7 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റത്തിലേക്ക് എത്തി. അവര് ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു പ്രോഡക്റ്റും കൂടെ വിളിച്ചു പറഞ്ഞു, അതും കൂടെ കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോ ആ ചേട്ടന് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയേക്കണേ. വെരിക്കോസ് അത്രയും നല്ല ഇതിൽ നിന്ന് പഴുത്ത് കണ്ടാൽ നമുക്ക് ഒരു ഇതൊക്കെ തോന്നുമായിരുന്നു. അങ്ങനത്തെ സ്റ്റേജിലാ കാലിരുന്നത്. അപ്പൊ അതിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു മാസം ആയിട്ടില്ല കൊടുത്തിട്ട്. വെള്ളം തോരൊഴിച്ച് കഴുകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു നല്ല റിസൾട്ടാണ് അതിൽ കിട്ടിയേക്കണേ. ഓക്കെ, താങ്ക് യു. ഓക്കെ അരുണു മാം, വെരിക്കോസ് വെയിൻ റിസൾട്ട് ഇതാണ്. ഇത് വെരിക്കോസ് വെയിൻ നമുക്ക് പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, കൈകാലുവേന, കാലും മുട്ടുവേന, വെരിക്കോസ് വെയിൻ, ഇതൊക്കെ എൻ്റെ ഒരു ഭാഷയിൽ എൻ്റെ ഒരു വാക്കിൽ പറഞ്ഞാൽ പനി മാറ്റുന്ന പോലെയാണ്. ഇതൊന്നും ഒന്നുമല്ല. അതിന് വലിയ വലിയ അസുഖങ്ങളാണ് നമുക്ക് ഈ ബയോട്ടിൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട്, ബയോമാഗ്നറ്റിക് തെറാപ്പി പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ആൾ പറയും പ്ലീസ്. അടുത്ത ആൾ പറയും. സമയം കളയല്ലേ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഉസ്മാനാണ് മലപ്പുറം. സാറിന് ഒരു റിസൾട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഒരു 2 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിന് പ്രൊഡക്റ്റ് കൊടുത്തായിരുന്നു. തൊട്ട അയൽവാസി തന്നെയാണ്. അപ്പൊ വീട്ടിൽ 2 ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്തപ്പോ പുള്ളി 2 ഹോം മീറ്റിങ്ങിന് വന്ന് അറ്റൻഡ് ചെയ്തായിരുന്നു. പിന്നെ പുള്ളി സ്വകാര്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു പ്രൊഡക്റ്റ് വേണം, പിന്നെ ഞാൻ അതൊന്ന് ഉപയോഗിക്കട്ടെ. കാര്യമായ അസുഖങ്ങളൊന്നും ഇല്ല, പുള്ളിക്ക് നല്ല ആരോഗ്യവാനാണ്. പക്ഷെ ഇയാൾ ഒരു 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്തപ്പോ അവിടെ വെച്ചിട്ട് ഇയാള് കുറച്ച് റിസൾട്ടുകൾ പറഞ്ഞു. അതൊരു അത്ഭുതകരമായ റിസൾട്ട് ആയിരുന്നു. പുള്ളിന്റെ പേര് വേലായുധ് എന്നാണ്, ഞങ്ങൾ ബാബു എന്നാണ് വിളിക്കുന്നത്. പുള്ളി പറയാണ് എനിക്ക് ബ്ലീഡിങ് പൈൽസ് ആയിരുന്നു. ഞാന് തുണി വെച്ച് കെട്ടിട്ടായിരുന്നു പുറത്തൊക്കെ പോയിരുന്നത്. വണ്ടിയിലൊക്കെ ഇരുന്നാല് വണ്ടീന്റെ സീറ്റിൽ വരെ ബ്ലഡ് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ അത് തുറന്ന് പുള്ളി സ്വകാര്യമായിട്ടാ പറഞ്ഞു. ഞങ്ങളോട് 3 പേരോടാണ് പറഞ്ഞത്. അപാര റിസൾട്ടാണ് പുള്ളിക്ക് കിട്ടിയത്. അപ്പൊ അത് ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട്. അപ്പൊ നമ്മളെ ഈ ഗ്രൂപ്പിൽ ഞങ്ങളെ ഈ ഏരിയയിലുള്ള ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പുള്ളി ഒരു അപാര റിസൾട്ട് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര ഒരു സംഭവമാണ്. അതാണ് സാറെ പറയാനുള്ളത്. ഓക്കെ ഓക്കെ താങ്ക് യു. ബ്ലീഡിംഗ് പൈൽസിനെ കുറിച്ച് എത്ര പേർക്ക് അതിനെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല. ബ്ലീഡിംഗ് പൈൽസ് എന്ന് പറഞ്ഞാൽ മൂലക്കുറിച്ച് നമുക്ക് അത്രയും വേദന, അത്രയും അസഹ്യമായ ഒരു സംഭവം. രക്തം വാർന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോകാനോ പിടിക്കാനോ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയാണ് ഈ ഒരു പൈൽസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ബ്ലീഡ് ചെയ്യുന്ന പൈൽസ് ആകുമ്പോൾ. അതിന് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വരെയാണ് നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ അത് എന്താ പറയാ, കൂടുതൽ നിങ്ങൾ എല്ലാവരും പഠിക്കുക. അത്രയും റിസൾട്ട്സ് ആണ് നമുക്ക് മഹത്തരമായ എന്താ പറയാ, നമുക്ക് വിചാരിക്കാത്ത അസുഖങ്ങളൊക്കെയാണ്, അത്രയും മൂർച്ഛിച്ച് നിൽക്കുന്ന പല അസുഖങ്ങളാണ് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ആൾ പറയും പ്ലീസ്, അടുത്ത ആൾ പറയും. വേഗം വേഗം സംസാരിക്കും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് റസാഖ് സാർ, പറയൂ. എൻ്റെ പേര് അബ്ദുറസാഖ് ഫ്രം പാണ്ടിക്കാട്, മലപ്പുറം. ഞാൻ ആക്റ്റീവായിട്ട് തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇടയ്ക്ക് വെച്ച് എല്ലാം കൂടെ തകിടം പറഞ്ഞപ്പോൾ ഒന്ന് ഇങ്ങനെ ആക്റ്റീവ് ആയതാണ്. പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് 2 വർഷത്തിലധികമായിട്ടുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. വാങ്ങിയത് ഷോൾഡർ പെയിൻ ഉണ്ടായിട്ടാണ്. ഷോൾഡർ പെയിൻ ഉണ്ടായിട്ട് എനിക്ക് എൻ്റെ വലത് കൈ ഒഴിവാക്കിയാലോ എന്ന് വരെ തോന്നുന്ന അത്രമാത്രം പ്രയാസമായിരുന്നു. പല ട്രീറ്റ്മെന്റും ചെയ്ത് യാതൊരു ആശ്വാസം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നതും ഇത് വാങ്ങുന്നതും. വാങ്ങിയിട്ട് 3-ാമത്തെ ദിവസം മുതൽ എനിക്ക് വേദന കുറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അതിനൊരു കുഴപ്പമില്ലാതെ ഇപ്പൊ എല്ലാ വർക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് എത്തി. അതേപോലെ എനിക്ക് ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നമായിരുന്നു അലർജി. ബീഫ് അലർജിയാണ് ഉണ്ടായിരുന്നത്. അത് ഏകദേശം 10 വർഷത്തിലധികമായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അതുവരെ ബീഫ് കഴിക്കുന്നതിന് പ്രയാസമില്ലായിരുന്നു. ബീഫ് കഴിച്ച് അന്ന് മുതല് ഏകദേശം 10 വർഷമായി ഭയങ്കര ചൊറിച്ചില്, ശ്വാസം കിട്ടാതാവുന്നത് എല്ലാം കൂടെ. അവസാന ദിവസമൊക്കെ ചെറിയൊരു പീസ് കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാതെ ഒക്കെ അവശനായി സംഭവിച്ചു. അതിൽ നിന്നൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഏതായാലും ബീഫ് ഇത്രയും കാലം കഴിച്ചതല്ലേ എന്ന് കരുതിയിട്ട് മെഡിസിൻ ഒന്നും എടുക്കാൻ പോയില്ല. ഈ ഒരു മാട്രസ് എല്ലാം ഉപയോഗിച്ചു. ധൈര്യസമേതം കഴിക്കാനുള്ള വളരെ യാദൃശ്ചികമായിട്ട് ബീഫ് കഴിച്ചു. അതിനുശേഷം എനിക്കൊരു പ്രശ്നമില്ല എന്നാണ് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ഇപ്പൊ സുഖമായിട്ട് ബീഫ് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, ബീഫ് കഴിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത ആയിക്കോട്ടെ എന്ന് കരുതി മാത്രം പറഞ്ഞതാണ്. ഇപ്പൊ ബീഫിന് യാതൊരു പ്രശ്നവും ഇല്ലാതെ കഴിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞത് തൽക്കാലം നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ റസാഖ് ജി, വളരെ എന്താ പറയാ, അത് അനുഭവം പറഞ്ഞത് വളരെ രസകരമായിട്ടാണ് പറഞ്ഞത്. ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, ഭക്ഷണപ്രിയർക്ക് വരെ അലർജി ഉണ്ടെങ്കിൽ ബീഫ് അടക്കം എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പൊ അങ്ങനെ ഒരു റിസൾട്ട് എന്ത് ചിന്തിക്കുക. നമുക്ക് അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിൽ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അലർജി പല രീതിയിലുള്ള അലർജി ഉണ്ടാവും. എന്നോട് ഞാൻ പല ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് പൂ മണക്കുമ്പോൾ അലർജിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സ്പ്രേ അടിക്കുമ്പോൾ അലർജി, എനിക്ക് ചില മണങ്ങൾ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ചില പൊടികൾക്ക് പിടിക്കുന്നില്ല, അങ്ങനെ എങ്ങനെ പല രീതിയിലുള്ള അലർജി ഉണ്ട്. അത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ അലർജിയുടെ കാര്യങ്ങൾ. അപ്പോൾ വലിയൊരു കാര്യമാണ് ഭക്ഷണം, ബീഫ് കഴിക്കാൻ പറ്റിയ ഇഷ്ട ഭക്ഷണം അല്ലേ? വെരി ഗുഡ്, നല്ലൊരു ഇതാണ്, റിസൾട്ടാണ്. നമുക്കത് വലിയൊരു കാര്യമാണ്. പിന്നെ അലർജി നമുക്ക് അതുകൂടാതെ സാറിന് 3-ാമത്തെ ദിവസം കൊണ്ട് കൈകാല് വേദന, കാലിന്റെ അല്ലെ ഷോൾഡർ പെയിൻ മാറി. വലത് കൈ സാറ് അവോയ്ഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല. അത് സാർ ഉദ്ദേശിച്ചത് വലത് കൈ വേണ്ട എന്നുള്ള രീതിയിലല്ലേ സാറേ? അങ്ങനെയല്ലേ? എനിക്കത് വാക്ക് പറയാൻ മടിയുണ്ട്. അങ്ങനെ അനക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഒരു സാറ് പേൻ എടുക്കാനോ ഒരു ബ്രഷ് ചെയ്യാനോ ഒന്നും പറ്റാതെ ഈ കൈയിനെ താങ്ങി പിടിച്ചിട്ടാണ് ബ്രഷ് ചെയ്തിരുന്നത്. അത്രമാത്രം പ്രയാസമായിരുന്നു. അപ്പൊ എല്ലാരും മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. എല്ലാവരും പ്രൊഡക്റ്റ് വന്നിട്ട് ഉപയോഗിക്കുക. വീണ്ടും വീണ്ടും പറയാണ്. പ്ലീസ്. സാറേ, യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഇഷ്ടഭക്ഷണം കഴിക്കാൻ പറ്റൂല. എനിക്ക് മാറിയപ്പോഴേ ശേഷമാണ് ബീഫ്, പുട്ടുകടല ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയത്. അത് തന്നെ ഏറ്റവും വലിയൊരു ഗുണമാണ്. കാരണം യൂറിക് ആസിഡ് ഡോക്ടർ പറഞ്ഞേ ഇനി കുറെ അധികം ലിസ്റ്റ് വന്നു, ഇന്ന ഭക്ഷണങ്ങൾ ഇന്നൊന്നും തൊട്ട് പോരുന്ന എന്നോട് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് നമ്മൾ തൊട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എന്ത് ഭക്ഷണവും കഴിക്കാം. ഭക്ഷണപ്രിയർക്ക് മാത്രമല്ല, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് ഗുണം കിട്ടും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, തമ്പി സാർ. ഓക്കെ സാർ, തമ്പി സാർ പറഞ്ഞ വലിയൊരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഭക്ഷണം, ഡോക്ടേഴ്സ് പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. വെച്ചാൽ മാംസം കഴിക്കാൻ പാടില്ല, മത്സ്യം കഴിക്കാൻ പാടില്ല, നിങ്ങൾ അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, എന്തെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ. പക്ഷെ അത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എന്തും കഴിക്കാം. ഏറ്റവും നല്ല ആരോഗ്യം. ഓക്കെ, അടുത്ത ആൾ പറയും പ്ലീസ്. വേഗം സമയങ്ങളല്ലേ, ഒട്ടും സമയങ്ങളല്ലേ.
പറഞ്ഞോളൂ ഷഹന മാം പറഞ്ഞോളൂ. അല്ല ഒരു സാറാരോ അവര് പറഞ്ഞോട്ടെ. കുഴപ്പമില്ല പറഞ്ഞോളൂ. അതെ, ഷാജിക്ക് സ്മെല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. ഞാൻ കളമശ്ശേരി ഷഹന, കളമശ്ശേരി എന്നാണ്. അത് സ്മെല്ല് എനിക്ക് ഈ മുല്ലപ്പൊക്കെ വെച്ചാൽ തലവേദന വരുമായിരുന്നു വൈകിട്ടാവുമ്പോഴേക്കും. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം 2 പ്രാവശ്യം ഞാൻ മുല്ലപ്പ് വെച്ചിട്ടും യാതൊരു ഒരു വേദന ഉണ്ടായിരുന്നില്ല. അതൊരു ഇതായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ആ സ്മെല്ലൊക്കെ വരുമ്പോഴേക്കും എനിക്ക് തലവേദന വരുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. പിന്നെ നമ്മുടെ കഴിഞ്ഞ BOPന്റെ അന്ന് എനിക്ക് ചെറിയൊരു വണ്ടി ഒന്ന് മുട്ടിയായിരുന്നു വലത്തെ സൈഡ് കയ്യില്. അപ്പൊ എനിക്ക് ചെറിയ BOP റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്നപ്പം ബൈക്ക് വന്നിട്ട് വലത്തെ കയ്യില് വണ്ടി മുട്ടിയായിരുന്നു ബൈക്ക് വന്നിട്ട്. അപ്പൊ അത് തങ്കമണി മേഡം എനിക്ക് വന്നിട്ട് നമ്മുടെ റിസ്റ്റ് ബാൻഡിൽ കൈ കെട്ടി തന്നോടെ പിന്നെ ആ വേദന എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല അവിടെ. പിന്നെ അതോടെ പോയി. അതൊരു വലിയൊരു എനിക്കൊരു ഇതായിട്ട് തോന്നി. ഇത് പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു എന്തെങ്കിലും ഒരു കൈ എവിടെയും മുട്ടി അല്ലെങ്കിൽ ഒരു വണ്ടി ഒന്ന് ഇടിച്ചു ചെറിയൊരു വേദനയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ വേദന അവിടെ വരുന്നത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ സംഭവിച്ച ഇടിയിൽ സംഭവിച്ച അപ്പോഴത്തെ താൽക്കാലിക ബ്ലഡ് സർക്കുലേഷൻ അവിടെ നിന്നു. ആ ബ്ലഡ് സർക്കുലേഷനെ നമ്മുടെ പ്രൊഡക്റ്റ് എന്താ ഉപയോഗിക്കുന്ന സമയത്ത് അത് റിസ്റ്റ് ബാൻഡ് ആയാലും അതല്ലെങ്കിൽ നമ്മുടെ വാട്ടർ എനർജി പാഡ് ആയാലും അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വേദന മാറുന്നു. വളരെ സിമ്പിൾ. ഇത് മനസ്സിലാക്കുക. കൂടുതൽ എനിക്ക് വാചാലായിട്ട് സംസാരിക്കുകയാണെന്നുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മനസ്സിലാക്കുക, ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും ആണ് നമ്മുടെ പ്രൊഡക്റ്റ് വളരെ നല്ല രീതിയിൽ. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കറക്റ്റായിട്ട് ചെയ്യുന്നത്. അതിലൂടെ എല്ലാ അസുഖങ്ങളും അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ച് രോഗപ്രതിരോധം ഉണ്ടായി നമുക്ക് ബോഡി ടെമ്പറേച്ചർ അടക്കം നമ്മുടെ ഹോർമോൺ അടക്കം ബാലൻസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വിധത്തിൽ നമ്മുടെ 11 സിസ്റ്റം നമുക്കുണ്ട്. ആ സിസ്റ്റത്തിനെ മൊത്തം കറക്റ്റ് ചെയ്ത് മൊത്തം ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ഉൽപ്പന്നം ചെയ്യുന്ന ഈ ബട്ടറിയം. അടുത്ത ആൾ പറയൂ പ്ലീസ്. ഹലോ, നമസ്കാരം. പറയൂ സർ, ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സ്വദേശിയാണ്. ഞാൻ 40-ലേറെ വർഷമായിട്ട് പാരമ്പര്യ വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാൻ എന്നെ പലരും കളിയാക്കിയിട്ട് പോലും നഗ്നപാത വൈദ്യനിൽ നിന്നുകൂടി വിളിക്കാറുണ്ട്. എന്നിട്ട് 42 വർഷത്തിലേറെ ആയിട്ട് ഞാൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നേ വരെ കാര്യമായിട്ടുള്ള BP, ഷുഗർ, തൈറോയ്ഡ് ഇതേപോലുള്ള യാതൊരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. എങ്കിലും ഞാൻ ഇതിന്റെ മഹത്വം സാറിലൂടെ കേട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മേടിക്കേണ്ടായി. അതിൽ പ്രകടമായ മാറ്റം വന്നത്, ഒന്ന് അവരുടെ ഇടുപ്പ് വേദനയാണ്. 2-3 മാസം വരുമ്പോഴേ ഈ വേദന മാറാൻ വേണ്ടിയിട്ട് സ്പൈൻ ഇൻജെക്ഷൻ കൊടുത്തിട്ടാണ് നിർത്തി. അത് ഉപയോഗിച്ചതിന് 1 മാസത്തിന് ശേഷം 1-2 മാസത്തിന് ശേഷം പിന്നെ ഇന്നേ വരെ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അതേപോലെ എൻ്റെ പേരക്കുട്ടിയുടെ 18 വയസ്സായ പേരക്കുട്ടിക്ക് നാസൽ പോളിപ്പ് വന്നിട്ട് തുമ്മൽ, അലർജിക്ക് റൈനൈറ്റിസ് എന്ന് പറയുന്ന നമ്മള്, അത് ഇതിന്റെ ഉപയോഗത്തോടെ ഇന്നേ വരെ അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നത് എൻ്റെ അനുഭവത്തിൽ ഇതാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും വളരെ വിശ്വാസ്യതയോടെ ഒരു സേവന മനോഭാവത്തോടു കൂടെ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നൊരു സാമൂഹിക സേവനം നമ്മൾ ചെയ്യണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. താങ്ക് യു സർ. താങ്ക് യു. വൈദ്യുതി പറഞ്ഞത് വളരെ വളരെ ശരിയായൊരു പോയിന്റാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കേട്ടോ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സേവന മനോഭാവം. നമ്മള് ഇവിടെ നമുക്ക് ഇതിലെ പ്രവർത്തകരാണെന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ ഒരു അഭ്യർത്ഥന ഉണ്ട്. നിങ്ങൾ ആരും പൈസയ്ക്ക് വേണ്ടി ഓർഡറില്ല ദയവ് ചെയ്ത്. പൈസ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ഉൽപ്പന്നം പറഞ്ഞെത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, സമ്പത്തും കാര്യങ്ങളെല്ലാം തന്നെത്താൻ ഓട്ടോമാറ്റിക്കായിട്ട് ഒഴുകി നമ്മളിലേക്ക് എത്തും. അത്രയും ദൈവികമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, അടുത്ത ആൾ സംസാരിക്കും പ്ലീസ്. നമസ്കാരം. എൻ്റെ പേര് ജോഷി. ഞാൻ എടപ്പള്ളി സ്വദേശിയാണ്. സാർ എന്നെ കണ്ടറിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ഞാൻ സാധാരണ വരാറുണ്ട്.
നമ്മുടെ ഞാൻ ഈ ബയോട്രിൻ ബിസിനസ് ആയിട്ട് ചെയ്യുന്ന കറക്റ്റ് 3 വർഷമായി, 2.5 വർഷമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു. എൻ്റെ അനുഭവം തന്നെയാണ് എന്നെ ഈ ബിസിനസ്സിൽ ഉറച്ചു നിന്ന് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. കാരണം ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി ഒന്നും കൂടി ഷെയർ ചെയ്യണേ. എൻ്റെ വീഡിയോ കിടന്ന് കളിക്കുന്നുണ്ട് ഇതിൽ. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആൾക്കാർ വീഡിയോ കട്ട് ചെയ്തിട്ട് അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന അവരുടെ അറിവിലേക്ക് വേണ്ടി ഈ പ്രൊഡക്റ്റിന്റെ മഹത്വം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട പ്രാധാന്യം ഞാൻ ഒന്ന് പറയുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വണ്ടിടിച്ച് 4 വാരിയിലും പൊട്ടി ലങ്സും ചതഞ്ഞു. അലോപ്പതി ആയുർവേദ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ സമയത്താണ് എനിക്ക് ഈ പ്രോഡക്റ്റ് എൻ്റെ ഒരു പരിചയമില്ലാത്ത 2 സുഹൃത്തുക്കളെ എന്നെ തേടി വന്ന് ഇത് തരുന്നത്. ഇത് മേടിച്ച് അവർക്ക് കിട്ടിയ അമ്മമാരുടെ അനുഭവങ്ങളാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ അവരെ വിശ്വസിച്ചുകൊണ്ട് ഈ സാധനം മേടിച്ചു. 1.5 മാസം കൊണ്ട് 1 വർഷത്തോളം ഞാൻ റെസ്റ്റ് എടുത്ത് പണിക്കൊന്നും ജോലിക്കൊന്നും പോകാതിരുന്ന സമയത്ത് 1 വർഷത്തിന് ശേഷമാണ് എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറെ പോയി കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കിടന്ന് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞത്, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. വാരിയല് കൂട്ടിത്തരാൻ ഞങ്ങളുടെ കയ്യിലൊന്നും രക്ഷയില്ല, റെസ്റ്റ് മാത്രം അതിനുള്ള പരിഹാരമുള്ളൂ. അങ്ങനെ അലോപ്പതി കൈ കഴിഞ്ഞു. അതിനുശേഷം ആയുർവേദത്തിൽ പോയി കണ്ട് സംസാരിച്ചു. ആയുർവേദ ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 കൂട്ടരും നമ്മൾ കൈ ഒഴിഞ്ഞു. ആ സമയത്താണ് ഈ പ്രൊഡക്റ്റ് സുഹൃത്തുക്കൾ, ഒരു പരിചയമില്ലാത്ത സുഹൃത്തുക്കൾ ഞാൻ നിലവിൽ ഇൻഷുറൻസ് ഏജന്റ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഇൻഷുറൻസ് എടുത്തേക്കുന്ന ഒരു കസ്റ്റമറുടെ അടുത്താണ് ഇവർ ചെല്ലുന്നത്. അപ്പൊ എൻ്റെ വിവരം അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവര് ഈ പയ്യന്മാരെ എൻ്റെ അടുത്ത് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അത് ഒരു ദൈവാനുഗ്രഹം പോലെ ഞാൻ കരുതുന്നു. അവര് വീട്ടിലേക്ക് എത്രയും എടപ്പള്ളി പള്ളിയുടെ മുമ്പിൽ വെച്ചാണ് അവർ വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത്. എത്ര രൂപ വരുന്നു ചോദിച്ചപ്പോ അന്ന് നമ്മുടെ 7400 പ്രീമിയം പ്രൊഡക്റ്റും ഡീലക്സ് പ്രൊഡക്റ്റ് ഒന്നും ഇല്ല. 7400 പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ മേടിച്ചു ഉപയോഗിച്ചു. കറക്റ്റ് 1.5 മാസം കൊണ്ട് അലോപ്പതി ആയുർവേദം ചികിത്സ ഡോക്ടർമാർക്ക് ചെയ്തു തരാൻ പറ്റാത്തതിന് റിസൾട്ട് എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് അതിശയിപ്പിച്ച ഒരു കാര്യം, ഇത് കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വേദനയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഉപയോഗിച്ചത്. എനിക്ക് ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൈ മരയിക്കുമായിരുന്നു, അതേപോലെ തന്നെ പൈൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഇത് 2 ഓപ്പറേഷൻ ചെയ്താലേ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മുടെ ഈ കൂട്ടത്തിൽ കുടിക്കുന്ന വെള്ളം കുടിച്ചതിന്റെ ഭാഗമായിട്ടും നമ്മുടെ ഈ ഉൽപ്പന്നം സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എൻ്റെ കൈയുടെ മരവിപ്പ് ഓപ്പറേഷൻ ചെയ്യണം. റിനീം മെഡിസിറ്റിക്കാർ പറഞ്ഞത് കൈ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു, എന്നാലേ ആ മരവിപ്പ് മാറുള്ളൂ എന്ന് പറഞ്ഞത്. ആ മരവിപ്പ് എനിക്ക് 1.5 മാസം കൊണ്ട് മാറ്റിയെടുക്കും. ഒരു ഓപ്പറേഷൻ ചെയ്യാതെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. 2ാമത്തെ കേസ് പൈൽസ്. നമുക്കറിയാം പൈൽസ്, നേരത്തെ ബ്ലഡ് ബ്ലീഡിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഈ സംഭവം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടില്ലെങ്കിലും ബ്ലഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ആൾക്കാർ പറയാൻ മടിക്കുന്ന ഒരു കാലം, മലദൂരത്തിന് താഴത്തേക്ക് ഇറങ്ങി വരിക എന്നുള്ളൊരു അവസ്ഥ ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ഓപ്പറേഷൻ ഇന്നത്തെ കണ്ടീഷൻ ഒരു കീ ഹോൾ സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേ അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി മാറ്റിയെടുത്താലും വീണ്ടും ഈ സാധനം വരും, അത് സംശയമില്ല. എനിക്ക് ഈ വെള്ളം കുടിച്ച് നമ്മുടെ ഈ പൈൽസ് എന്ന സാധനം ഏതോ ഒഴുകി പോയെന്ന് എനിക്കറിയില്ല. പ്രത്യക്ഷമായി ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അതുണ്ട്. ഇത് കൂടാതെ നമ്മളെ സംബന്ധിച്ച് മൈഗ്രെയിൻ എൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങി. ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിന് മുമ്പ് വരെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും മൈഗ്രെയിൻ വരും. വെയിൽ കൊള്ളാൻ പാടില്ല, ഭക്ഷണ സമയത്ത് കഴിച്ചില്ല, ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വന്നവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രക്കും ഒരു വൃത്തിയായിട്ട് അസുഖമുണ്ട്, ഒരു ദിവസം പോക്കാതെ നമ്മുടെ. ഈ മൈഗ്രെയിൻ കഴിഞ്ഞ 3 വർഷമായിട്ട് എന്നെ ബാധിച്ചിട്ടില്ല. ഇപ്പൊ വന്നില്ല, തലവേദന എന്നൊരു സാധനം നമ്മുടെ അല്ല. ഇനി എന്തെങ്കിലും നമുക്കൊരു തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ആ ബെൽറ്റ് എടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അപ്പൊ മൈഗ്രെയിൻ, വണ്ടി ഇടിച്ചതിന് ശേഷം ഇയർ ബാലൻസിന്റെ പ്രോബ്ലം, ആ സാധനം വന്ന് പേടിച്ചു പോയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം വന്ന അറ്റാക്ക് പോലെയുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ വേർപ്പ് വന്ന് ആകെ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ഇങ്ങനെയാണ്. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ ഇതിനു ശേഷം ഈ ഉൽപ്പന്നം ഉപയോഗിക്കാൻ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള അനുഭവം എനിക്കുണ്ട്. എനിക്ക് അതിലുപരി എനിക്ക് റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിന് ഞാനിത് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ഇത് ജനങ്ങളോട് പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികൾക്ക് ഞാൻ കൊടുത്തതിൽ ഒന്ന് ആമവാദം വന്ന ഒരു പെൺകുട്ടി. അത്ര ആമവാദത്തിന്റെ കാഠിന്യം ഞാൻ ആ കുട്ടിനെ കാണുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്.
ആ കുട്ടിക്ക് ഒരു 1.5 മാസം 2 മാസത്തെ ഉപയോഗം കൊണ്ട് ആമവാദം വന്നിട്ട് നമ്മുടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പോയി യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ അമ്മ പിടിച്ചോണ്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് കുട്ടിനെ ഒരു 2 മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ആ കുട്ടിക്ക് പാലക്കാട് വരെ ബന്ധു വീട്ടില് ഒറ്റക്ക് ബസ്സിന് പോയിട്ട് വരാവുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആമവാദത്തിന് ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒരു സംഭവമുണ്ട്. അതിലുപരി എൻ്റെ ഒരു കൂട്ടുകാരന്റെ അമ്മക്ക് കിഡ്നി പേഷ്യന്റ് ആയിരുന്നു. ആഴ്ചയിൽ 3 പ്രാവശ്യം അമൃത ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. ഒരു സുപ്രഭാതത്തില് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർ അതിനു മുമ്പ് ഞാൻ ഒരു 3 മാസം ഈ പ്രൊഡക്റ്റ് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരൻ അത്ര കാര്യമാക്കിയില്ല. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ കോള് വന്നു, ജോഷി അന്ന് പറഞ്ഞു ആ പ്രൊഡക്റ്റ് എനിക്ക് കൊണ്ട് തരണം, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ആർക്കാണ്? അത് എൻ്റെ അമ്മക്കാണ്. അപ്പൊ അമ്മക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അമ്മ കിഡ്നി പേഷ്യന്റ് ആണ്. എനിക്കറിയില്ലായിരുന്നു കിഡ്നി പേഷ്യന്റ് ആണ്. അമ്മ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതല്ല പ്രശ്നം. അമ്മ കിടന്ന കിടപ്പില് മലമൂത്ര വിസർജനം അടക്കം ചെയ്ത് അങ്ങനത്തെ അവസ്ഥയിലായിപ്പോയി. അപ്പൊ ഞങ്ങള് വീട്ടിൽ 3 പേര് കഷ്ടപ്പെടുന്നതാണ് ജോഷി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ അവസ്ഥയിൽ ഞാൻ ഈ സാധനം കൊണ്ട് തരില്ല, കാരണം അമ്മ മരണത്തോട് കിടക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിൽ ഞാനിത് എങ്ങനെ കൊണ്ട് തന്നെ എന്തെങ്കിലും ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് ഒരിക്കലും ഒരു സൈഡ് എഫക്റ്റ് ആവിലേക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ ഈ സാധനം കൊണ്ട് തന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പറയും ഇത് ആ ഉൽപ്പന്നം ഉപയോഗിച്ചതിന്റെ കുഴപ്പം, അതുകൊണ്ട് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. പക്ഷെ കൂട്ടുകാരൻ ഫുൾ റിസ്ക് എടുത്ത് എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ജോഷിക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞ് നിർബന്ധിച്ചതിന്റെ ഫലമായി ഞാൻ നമ്മുടെ അന്നത്തെ ഈ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തു. ജസ്റ്റ് കയ്യിൽ റിസ്റ്റ് ബാൻഡ് കെട്ടിക്കൊടുത്തു, മുട്ടിന് താഴെ വെച്ചു. അപ്പൊ അവിടെ ചെല്ലാന്തി അമ്മയുടെ ശരീരം മുഴുക്ക് നീര് വന്ന് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മുട്ടുമേലൊന്നും കെട്ടാൻ പറ്റില്ല, ആ രീതിയിൽ നീര് വന്ന് കൂടിയത്. മുട്ടിന് താഴെ വെച്ച് ഞാൻ നമ്മുടെ വാട്ടർ പാഡും കെട്ടിക്കൊടുത്തു, ലെഫ്റ്റ് കയ്യിൽ നമ്മുടെ റിസ്റ്റ് പാഡും കെട്ടിക്കൊടുത്തു. കെട്ടിക്കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഒന്ന് നോക്കുക, കാരണം ഞാൻ പറഞ്ഞു ഇത് രോഗികൾക്ക് വേണ്ടി രോഗം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ്, രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതേപോലെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ ആർക്കും കൊടുക്കാറില്ല. എന്നിരുന്നാലും കൂട്ടുകാരൻ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഈ സാധനം കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ പെങ്ങള് അമ്മനെ നോക്കിക്കൊണ്ടിരിക്കണം, പെങ്ങള് വിളിച്ചു ചോദിച്ചു ഇത് കെട്ടിയിട്ട് എങ്ങനെയുണ്ട്. അപ്പൊ പെങ്ങള് പറഞ്ഞു ജോഷി ചേട്ടാ അത് അത്ഭുതം സംഭവിച്ചു, അമ്മ എഴുന്നേറ്റിരുന്നു, 2 അമ്മയുടെ നീര് പകുതിയായിട്ട് കുറഞ്ഞു. എനിക്കുണ്ടായ സന്തോഷം, കാരണം അത്രക്കും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ട് കൊടുത്ത ഒരു പ്രൊഡക്റ്റിൽ ഇത്രയും റിസൾട്ട് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം എന്ന് പറയാനേ പറ്റുള്ളൂ. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞപ്പോ ഈ കൂട്ടുകാരനെ ഞാൻ ഇടക്കിടക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അമ്മ 3 ആഴ്ച കഴിഞ്ഞപ്പോ അമ്മ പതുക്കെ എഴുന്നേറ്റ് നടന്നു തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോ ആളുടെ കാര്യങ്ങളെല്ലാം ഒറ്റക്ക് ചെയ്യുന്ന രീതിയിലേക്ക് എത്തി. പിന്നെ ഡയാലിസിസ് എന്നുള്ള ഒരു സംഭവം ഒഴിവാക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ അവയവത്തിന് നാശം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഫുൾ ടൈം പുള്ളിക്കാലത്തേക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ വന്നു. ഹോസ്പിറ്റലിൽ സ്വയം പോകാനുള്ള അവസ്ഥ കിട്ടി. ഈ രീതിയിലൊക്കെ റിസൾട്ട് നമ്മളെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഉൽപ്പന്നം ഒരു അത്ഭുതകരമായ ഉൽപ്പന്നമാണ്. എല്ലാവരോടും നമ്മൾ പറയേണ്ടത് അത്യാവശ്യം, ഒരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമൂഹത്തിനെ നന്നാക്കി എടുക്കാൻ സാധിക്കും, രോഗാവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അടുത്ത ഒരു സെഷനിൽ ഞാൻ ഒരു അത്ഭുതകരമായ റിസൾട്ട് ഞാൻ നേരിട്ട് കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കും. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ ജോഷി സാർ, വലിയ എന്താ പറയാ, എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുമായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ അച്ഛനും മരിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ് റിഡൻ ആയിരുന്നു. ഇതേപോലെ തന്നെ മൂത്രമൊക്കെ തരത്താൻ പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് 3-4 വർഷമായി എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട്. അവർക്ക് ഞാൻ ഇതിനു മുമ്പ് ഞാൻ സൂം ചെയ്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു വിഷമം എനിക്ക് മനസ്സിലിങ്ങനെ കിടന്ന് അടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ജോഷി സാർ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുമായിരുന്നു. വേറെ ഒന്നുമില്ല, ആ അമ്മ അത്രയും ഭാഗ്യം ചെയ്ത അമ്മയാണത്, ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മ ബെഡ് റിഡൻ ആയിട്ടുള്ള അമ്മ ഒറ്റ ദിവസം കൊണ്ട് നെക്സ്റ്റ് ഡേ എഴുന്നേറ്റിരുന്നു. പിന്നെ 1 മാസം കൊണ്ട് നല്ല രീതിയിൽ എഴുന്നേറ്റ് സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ എന്താ പറയാ, എനിക്ക് പറയാനായിട്ട് സത്യം പറഞ്ഞ വാക്കുകൾ കിട്ടണില്ല കേട്ടോ.
അത്രയും നമ്മൾക്ക് ഞാൻ പുതിയ ആൾക്കാരോട് വീണ്ടും വീണ്ടും പറയാം, നമ്മളെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഈ ഒരു മൊബൈലിന്റെ മുമ്പില്, ഞാൻ അങ്ങനെ പറയാം, മൊബൈലിന് മുമ്പിൽ ഈ സൂമില് നമ്മൾ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതും ബയോട്രത്തിനെ കുറിച്ച് മനസ്സിലാക്കിയതും അതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച അസുഖം മാറാനായിട്ടുള്ള വന്നതും. ഇനി ഒറ്റ കാര്യം പറയാം, പടച്ചോനെ കരുതി പുതിയ ആൾക്കാർ നിങ്ങൾ ഈ പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിക്കാതിരിക്കല്ലേ. അസുഖം വരാതിരിക്കാനായിട്ട് വേണ്ടപ്പെട്ട നമ്മുടെ മക്കൾക്കടക്കം എല്ലാവർക്കും വാങ്ങിക്കൊടുക്കും. അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറാനായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കൂ. മരുന്നെല്ലാം നിർത്തി ഏറ്റവും നല്ല ആരോഗ്യത്തിലേക്ക് അവർ വന്ന് ജീവിക്കട്ടെ. ഞാൻ എന്താ പറയാ, എനിക്ക് കൂടുതൽ വാക്കുകൾ പറയാനില്ല. എനിക്ക് വലിയ സന്തോഷം, എനിക്ക് സന്തോഷം സങ്കടവും വന്നു. അമ്മയുടെ കാര്യം കേട്ടപ്പോ സന്തോഷം, എന്റെ അച്ഛനമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് ആലോചിച്ചപ്പോ എനിക്ക് സങ്കടമാണ്. അടുത്ത ആൾ പറയും പ്ലീസ്, അടുത്ത ആൾ പറയും. അടുത്ത ആൾ വേഗം പറയും, സമയം കളയില്ല കേട്ടോ പ്ലീസ്. പെട്ടെന്ന് പറയാം. സമീർ, ഞാൻ വടകര വില്യാപ്പള്ളി സ്വദേശിയാണ്. ഞാന് ചന്ദ്രൻ സാറ് മുഖേനയാണ് ഇത് എടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഉപയോഗിച്ചിട്ട് 5 മാസത്തോളമായി. 5 മാസത്തോളം ഞാനിപ്പോ ബഹ്റൈനിലാണുള്ളത്. ഞാൻ ഡെയിലി അറ്റൻഡ് ചെയ്യാറുണ്ട്. യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു, കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, പിന്നെ അലർജി പ്രശ്നം ഉണ്ടായിരുന്നു, കൈതെരുപ്പ്. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് ഉടയാറാണ്. ഇടയ്ക്ക് അതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കൈ ഇങ്ങനെ കൊടഞ്ഞിട്ടാണ് ഇതാക്കുന്നത്. ഞാൻ കറക്റ്റ് ഉപയോഗിച്ച് അപ്പൊ അതെല്ലാം മാറി. യൂറിക് ആസിഡ് മാറി, കൈതെരുപ്പ് മാറി, കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, ആ കല്ലിന്റെ അത് പോയി. അതൊക്കെ പ്രശ്നം മാറി. ഞാൻ കൊടുത്താക്കും നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും ഉപയോഗിക്കുക. ഞാനെപ്പോഴും പറയുന്നതാണ്, നമ്മൾ കൊടുത്തവർക്കൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുക. മെഡിക്കൽ ഇന്ന് വളരെ സന്തോഷം. എന്ന് വെച്ചാൽ ഇന്ന് കുറെ പുതുമുഖങ്ങളാണ് പറയുന്നത്. പുതിയ ആൾക്കാർ പറയുമ്പോൾ അത് അടുത്തുള്ള എത്തുമ്പോൾ നമ്മൾ ഈ സൂം മീറ്റിങ്ങിന് ഇത് റെക്കോർഡാണ്. നമ്മൾ നാളെ നാളെ 2 ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് നമ്മൾ പല ആൾക്കാരും ഇത് സെൻഡ് ചെയ്യുന്നുണ്ട്. സെൻഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർ റിസൾട്ട് കേൾക്കുമ്പോൾ നമ്മളിപ്പോ പുച്ഛിച്ച് തള്ളിയവരൊക്കെ ഇപ്പൊ അംഗീകരിച്ച് തുടങ്ങി. എന്നൊക്കെ സംബന്ധിച്ചോളം കുറെ ആൾ കളിയാക്കി വരും, പുച്ഛിച്ചവരൊക്കെ ഇപ്പൊ കേട്ട് റിസൾട്ട് അംഗീകരിച്ചു. അതുകൊണ്ട് എല്ലാവരും നമ്മൾ പരമാവധി എല്ലാ വാട്സപ്പുകളിലും എല്ലാ ഗ്രൂപ്പുകളിലും സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ലിങ്കും കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സേവനമായിട്ട്, കാശിലാണ് ഉപരി നമ്മളൊരു സേവനമായിട്ട് ഇത് മനസ്സിൽ കരുതിയിട്ട് എല്ലാവരും എത്തിക്കുക. അതുപോലെ ജൂമിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ക്യാമറ കറക്റ്റ് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളിത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കട്ടെ. സൂമ് സംസാരിക്കുമ്പോൾ തന്നെ ഫോൺ അടുത്ത് വെക്കുക. സംസാരിക്കുന്നവർ റേഞ്ച് കട്ടാതിരിക്കുക. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇത് കറക്റ്റ് ഏറ്റെടുത്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന് പ്രത്യേകം പറയുന്നു. ഒക്കെ ഷാജി സാർ, ഇവർക്ക് മനോജ് സാറിനും നമ്മളെ MD ആയ സാഗർ ജോഷി സാർക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഷമീർ സാർ. മനസ്സിൽ നിന്ന് വാക്കുകൾ അദ്ദേഹം പറഞ്ഞ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങളെല്ലാവരും അതനുസരിച്ച് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നമുക്ക് ധാരാളം ആൾക്കാരിലേക്ക് എത്തിക്കാൻ. ഒറ്റ വാക്ക് പറയുകയാണ്, ലോക സമസ്ത സൂര്യഭവന്തു. ഈ രാജ്യം നമുക്ക് ആരോഗ്യം സമ്പത്ത് നിറഞ്ഞ, എല്ലാവർക്കും ആരോഗ്യം സമ്പത്ത് നിറഞ്ഞ നല്ലൊരു രാജ്യമാക്കി മാറ്റണം. ആ ഒരു ലക്ഷ്യത്തിൽ നമുക്ക് പോകണം. അടുത്ത ആൾ പറയും പ്ലീസ്. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഓൾ. എന്റെ പേര് സാറമ്മ എന്നാണ്, പത്തനംതിട്ടയാണ്. എല്ലാവരും അനുഭവങ്ങൾ പറയുന്നുണ്ട്, പലരും പറയാൻ മടിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും മടിക്കാൻ പാടില്ല. നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു കോൺഫിഡൻസും കൂടി ആകും. കാര്യം പുതിയ ആളുകൾ പേടിച്ചാവുക നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവർ എന്തായാലും അത് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിക്കാനിടയായി. എനിക്ക് സന്ധിവാതത്തിന്റെ പ്രശ്നമായിരുന്നു. എനിക്ക് 2 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് റിലീഫായി. അത് എൻ്റെ വലത് കാലാണെങ്കിൽ സ്റ്റിഫായിട്ടിരിക്കുകയായിരുന്നു. മടക്കാനും നിവർക്കാനും വയ്യ. വിരലുകളൊന്നും മടക്കാൻ പറ്റില്ലായിരുന്നു. ഉറക്കക്കുറവുണ്ടായിരുന്നു. ഈ സാഹചര്യത്തില് ഒരു 5 ദിവസമായപ്പോൾ വാട്ടർപാട് കാലിൽ ചുറ്റി വെച്ച് കിടന്നപ്പോൾ ഒരു 5ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് കാല് മടക്കാനും നിവർക്കാനും പറ്റി. അതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. അതിനുശേഷം ഞാൻ ഈ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും തൊടുപുഴയിലെ 3.25 വർഷം സ്ട്രോക്കായിട്ട് മലമൂത്ര വിസർജനം കിടന്ന കിടപ്പിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഇത് കൊടുക്കാനിടയായി. അദ്ദേഹം ഇന്ന് വടിയുടെ സഹായത്തോടെ അദ്ദേഹം നടക്കാൻ ഇടയായി. ആ വീട്ടുകാർ കരഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ചു.
കാരണം നിങ്ങൾ ദൈവം അയച്ചിട്ട് നിങ്ങൾ വന്ന ആൾക്കാരാണ്. കാരണം കിടന്ന കിടപ്പിൽ ആളിങ്ങനെ പോകുന്ന അവരെ വിചാരിച്ചത്. അത് വളരെ അമേസിംഗ് ആയിട്ട് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു വലിയ റിസൾട്ടാണ്. ഒട്ടനവധി റിസൾട്ടുകൾ പ്രോഡക്റ്റ് കൊടുത്തതിലൂടെ, ഞാൻ ഡയറക്റ്റ് കൊടുത്തതിലും ടീമിലൂടെ കൊടുത്തതിലും ഒരുപാട് റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊട്ടാരക്കര സ്വദേശിയായ ഒരു മേഡത്തിന് വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി വാങ്ങിച്ച പ്രോഡക്റ്റ് ഉപയോഗിച്ചു. കാലിന്റെ പത്തിക്കെല്ലാം ഞരമ്പ് ഇങ്ങനെ എന്താ പറയട്ടെ, ചെറിയ ചെടിയൊക്കെ നട്ടിട്ട് നമ്മൾ പിഴുതു നോക്കി എങ്ങനെ വേരുകൾ കാണുന്നു അതേപോലെയായിരുന്നു കാലിന്റെ പൊത്ത. 2 കാലിലും കറുപ്പ് കളറുമായിരുന്നു. അതൊരു 1.5 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടെ ചെന്നു. ആദ്യത്തെ ഫോട്ടോയും 2ാമത്തെ ഫോട്ടോയും കൂടെ പുള്ളിക്കാരിയെ കാണിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ തന്നെ അവർക്ക് വളരെ അവർക്ക് നല്ല അത്ഭുതമായിട്ട് അവർക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ വളരെ വലിയ റിസൾട്ടുകളാണ്. സ്റ്റെയർ കയറാൻ പറ്റില്ലായിരുന്നു, നടുവേദനയായിരുന്നു, അത് മാറി. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, അദ്ദേഹത്തിന് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് കൊടുത്തു വിട്ടു, ഉപയോഗിച്ചു, റിസൾട്ട് കിട്ടി. കൊട്ടാരക്കരയിലെ മേഡത്തിന്റെ റിസൾട്ട് കണ്ടിട്ട് കണ്ണൂരുള്ള ഒരു മേഡത്തിന് അവരെ കാലിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ആ മേഡം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരെയും കണ്ടിട്ടില്ല. ആ മേഡത്തിന്റെ പേയ്മെന്റ് ഇട്ട് തന്നു, അവർക്ക് പ്രോഡക്റ്റ് ഞാൻ അയച്ചു കൊടുത്തു. മേഡം അത് ഉപയോഗിച്ചു, മേഡത്തിന്റെ ഹസ്ബൻഡിന് കൊടുത്തു. കണ്ണൂർ 18 പേര് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാനിടയായി. പക്ഷേ മോളി ജോൺ എന്നാണ് ആ മേഡത്തിന്റെ പേര്. ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല. അത്രയ്ക്ക് അമേസിങ് റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങൾ റിസൾട്ട് പറയാൻ മടിക്കരുത്. മറ്റൊരു കാര്യം, കൃത്യമായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന് റിസൾട്ട് വരുവുള്ളൂ. നമ്മുടെ ടോക്സിക്കുകൾ റിമൂവ് ആയി കഴിയുമ്പോഴേ നമുക്ക് ഓക്സിജൻ ലെവൽ കറക്റ്റ് ആയിട്ട് എല്ലാ വെയിനുകളിലേക്കും എല്ലാ നമ്മുടെ സെല്ലുകളിലേക്ക് എത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നർ ഓർഗൻസ് എല്ലാം ആക്റ്റീവ് ആകും. അങ്ങനെയാണ് നമുക്ക് റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു രോഗത്തിന് വേണ്ടി അല്ല നമ്മൾ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ രോഗങ്ങൾക്ക് പ്രിവെൻഷൻ ആയിട്ടുള്ള ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതെല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുക. എല്ലാവരും ധൈര്യമായിട്ട് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുക. എല്ലാവർക്കും ഇതിലൂടെ ആരോഗ്യവും സമ്പത്തും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഒരു നല്ല പ്രഭാതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാർമ മാഡം ഞാൻ റിപ്പീറ്റ് ചെയ്യാം, 2 സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യാം. സാർമ മാഡം പറഞ്ഞത് വലിയൊരു വാല്യുബിൾ പോയിന്റ് ആണ്. 3.25 വർഷമാണ് ആ സ്ട്രോക്ക് പേഷ്യന്റ് മലമൂത്ര വിസർജനമായിട്ട് ബെഡായിട്ട് കിടന്നിരുന്നത്. അവര് എഴുന്നേറ്റ് നടന്ന ജീവിതത്തിലേക്ക് വന്നു. അത് മാത്രമല്ല, കൊട്ടാരക്കരയിൽ കൂടുതൽ ആൾക്ക് കണ്ണൂരിലേക്കും ഈ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് കൊടുത്ത ആളെ കണ്ടിട്ട് പോലുമില്ല മാഡം. അപ്പൊ ചിന്തിക്കും, നമ്മള് അത്രയും മഹത്തരമായിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ നമ്മൾ അറിയാത്ത ആൾക്കാരിലേക്ക് വരെ, ഇന്ന് വരെ കാണാത്ത ആൾക്കാരിലേക്ക് വരെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ പോകുമാറാകും. അപ്പൊ അതിനുവേണ്ട നിങ്ങളെ ഇടവെക്കാൻ വേണ്ടി ധാരാളം ആൾക്കാരിലേക്ക് എത്തിക്കും. അടുത്ത ആൾ പറയും, വേഗം പറയും. സമയം കളയിലെ, നമ്മുടെ സമയം അതിക്രമിച്ചു. നിറയെ ആൾക്കാർ സംസാരിക്കട്ടെ. റിസൾട്ട് കിട്ടിയവര് വേഗം പറയും. മനസ്സോർന്ന് സംസാരം പറയും. പാസ് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. ഗുഡ് മോർണിംഗ് സർ. എന്റെ വീട് ഒറ്റപ്പാലം, പാലക്കാട് ജില്ലയാണ്. ഈ ബയോട്ടോറിയം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 9 മാസമായി. എല്ലാ മരുന്നുകളും എല്ലാം കഴിച്ചിരുന്ന മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് വളരെ സുഖമായിട്ട് ജീവിക്കണമെന്ന്. ഈ ബയോട്ടോറിയത്തിൽ വരുന്ന സമയത്ത് വളരെ വിഷമിച്ചിട്ടിരുന്ന സമയമായിരുന്നു. 4 ടൈപ്പ് മരുന്നുകൾ കഴിച്ചിരുന്നാണ്. BP മരുന്ന് കഴിച്ചിരുന്നു, എന്താ പറയാ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, ഇതെല്ലാം കൂടിയിട്ട് കാലിലെല്ലാം നല്ല നീരെടുത്തിട്ട് നടന്നിരുന്ന സമയമാണ്. നടക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എവിടെ പോവുകയാണെങ്കിലും ബാഗില് നമ്മള് ഈ ബേക്കറി സാധനങ്ങൾ വെക്കണ മാതിരി ചെറിയൊരു ബോക്സിൽ എപ്പോഴും ഗുളികകൾ കരുതിയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ വിവരത്തിൽ വന്നത്. എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളത്തെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഇതേമാതിരി ഒരു സംഭവം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. അവര് പക്ഷെ ബിസിനസ് ലെവലിലാണ് പറഞ്ഞത്, മെഡിസിന്റെ കാര്യത്തിലെന്ന് പറഞ്ഞത്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് ഈ സൂമിലെല്ലാം കയറുന്നതുകൊണ്ട് എനിക്ക് അതേമാതിരി വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് വിശ്വാസം വന്നു. ഇപ്പൊ ഈ സൂമിൽ നമ്മുടെ സലീമിക്ക, അതേമാതിരി ചാക്കോ സാറ്, ശ്രീകുമാർ സാറ്, ഡോക്ടർ രാജു സാറ്, അപ്പൊ ഇവരൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ മനസ്സിലായി. അവർക്ക് എല്ലാവർക്കും വന്ന മാറ്റങ്ങൾ ഈ സൂമെന്നാണ് എനിക്ക് ഇതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ഒരു 3 മാസം കൊണ്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന മെഡിസിൻ എല്ലാം കംപ്ലീറ്റ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. ഡോക്ടേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഈ BP മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. BP മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ സ്ട്രോക്ക് വരാം, അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് അത്രയധികം മാറ്റങ്ങൾ വന്നു.
ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കൊളസ്ട്രോൾ കൂടും. അപ്പോൾ ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് കാലെല്ലാം നല്ല നീരെടുത്തിരുന്നാണ്. കാലെല്ലാം നല്ല ഫുള്ളായിട്ട് ഫ്രീ ആയി നടക്കുന്ന സമയത്ത് കാലെല്ലാം ഇങ്ങനെ പൊട്ട് വരുന്നു. നമ്മൾ വെറുതെ കിടക്കുമ്പോൾ കൂടി കാലെല്ലാം ഇങ്ങനെ സൗണ്ട് വരും. നമ്മൾ ഒന്ന് കാല് സ്ട്രൈറ്റ് ആകുമ്പോൾ. അപ്പൊ അതേമാതിരി അത്രയധികം ബുദ്ധിമുട്ടാണ് കാലിലെ മുട്ടിനെല്ലാം. അപ്പൊ അതെല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആയി, നന്നായിട്ട് എനിക്ക് നല്ല സുഖമായി. ഇപ്പൊ നമ്മളെ വളരെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ ഇത് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് വ്യക്തികളടുത്ത് പറഞ്ഞു. അവർക്കെല്ലാം ഞാൻ ഡയബറ്റിക്കിനും പേഷ്യൻസിന് കണ്ടുപോകാൻ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും കംപ്ലീറ്റ് ഫുൾ റിസൾട്ടാണ് കിട്ടിയത്. 300-400 റേഞ്ച് ഷുഗർ ഉണ്ടായിരുന്ന വ്യക്തികൾക്കെല്ലാം 1.5 മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 130-140 കണ്ടമാന വ്യക്തികൾക്ക് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന് പറയുന്നില്ല, 140 ലെവലിലേക്കെല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞു വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ഇതേമാതിരി ഡോക്ടർ ഇനി കുറച്ച് ചോറെല്ലാം ഇനി കുറച്ച് കഴിച്ചോളാനെല്ലാം പറഞ്ഞു എന്നല്ല പറഞ്ഞു. അവരൊക്കെ വളരെ ഹാപ്പിയാണ്. അതുപോലെ BP കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജോയിന്റ് പെയിൻ വന്നിട്ടുള്ള കണ്ടമാനം ആളുകൾക്ക് ജോയിന്റ് പെയിനിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ജോലിക്ക് പോകുന്ന വ്യക്തികൾ, ഇപ്പൊ പെയിന്റിംഗ് വർക്ക്, അതേമാതിരി പെയിന്റിംഗ് വർക്കിന് പോകുന്ന 2-3 പേർക്ക് ഞാൻ കൊടുത്തു. അവർക്കെല്ലാം ഉറക്കത്തിന്റെ ഭയങ്കര പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ ജോയിന്റ് പെയിൻ കാരണം കൈ വേദന, തോള് വേദന, അങ്ങനത്തെ പ്രശ്നത്തിൽ. അപ്പൊ അവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ റിസൾട്ട് ചോദിച്ചിട്ടൊന്നുമില്ല, അവരുടെ വൈഫിനെ പറയുന്നത്. ഇപ്പൊ ഭർത്താവ് രാവിലെ ഞാൻ പോയി വിളിച്ചാലേ എണീക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 5 മണിയൊക്കെ ആവുമ്പോഴേക്കും എണീറ്റ് ഇരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പോയി വിളിക്കാതെ ആളെ എണീക്കുന്നില്ല. അപ്പൊ അതേമാതിരി അവരൊക്കെ വളരെയധികം സാറ്റിസ്ഫൈഡ്, നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. അപ്പം അതേമാതിരി നല്ല നല്ല മാറ്റങ്ങൾ, നല്ല റിസൾട്ട് ഉണ്ട്. ഞങ്ങളുടെ ഏരിയയിൽ ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. ഇതിപ്പോ പുതിയൊരു സംഭവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നല്ല പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് അധികമായിരുന്നു പറഞ്ഞില്ല. അപ്പൊ നമ്മള് നമ്മുടെ ഡിസ്ട്രിക്റ്റിന് പുറമേക്ക് കണ്ടമാനം ടൈം വേസ്റ്റ് ചെയ്തു, ഓരോ സ്ഥലത്ത് ജേർണി ചെയ്തിട്ട്. പക്ഷെ അവിടുന്ന് കാര്യമായിട്ട് റിസൾട്ട് ഒന്നും വന്നില്ല. പക്ഷെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോ ഒരു 4 മാസമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങളുടെ അവിടെ കണ്ടമാന ആളുകൾ നമ്മുടെ സിലിക്കോൺ റിസ്റ്റ് ബാൻഡ് കെട്ടിയ ആൾക്കാർ, ഇപ്പൊ എന്തൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും ഒരു 10-20 പേരെങ്കിലും ഈ സിലിക്കോൺ റിസ്റ്റ് ബാൻഡ് കെട്ടിയ വ്യക്തികളുണ്ട്. അപ്പൊ എല്ലാ ആൾക്കാരും ചോദിക്കാൻ തുടങ്ങിയത് എന്താ പുതിയ ഒരു യൂണിയൻ തുടങ്ങിയിരുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വളരെ സന്തോഷമുണ്ട്. ഉപയോഗിച്ച എല്ലാ വ്യക്തികൾക്കും നല്ല മാറ്റങ്ങളുണ്ട്, എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. ഞാൻ കൊടുത്തിട്ടുള്ള ഒരേ ഒരാൾ മാത്രം പറഞ്ഞു, ഇതേമാതിരി ഉറക്കം നമുക്ക് ഇതുവരെ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. ഒരേ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ ആദ്യം കൊടുത്ത വ്യക്തിയാണ്. അത് എന്തുകൊണ്ട് അവർക്ക് ഉറക്കം ശരിയാവാത്തെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ എല്ലാ ആളുകൾക്കും ഉറക്കം ശരിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ മാറ്റങ്ങളും കിട്ടിയിട്ട് നല്ല റിസൾട്ടാണ്. അപ്പൊ നമ്മൾ മാക്സിമം എല്ലാ ആളുകൾക്കും ഇത് പ്രൊമോട്ട് ചെയ്യുക, എല്ലാവർക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് കണ്ടമാന വ്യക്തികൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ പേരിലാണ് എല്ലാവർക്കും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. പ്രൊഡക്റ്റിന്റെ പെർഫോമൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഡെമോ കാണിച്ചു കൊടുത്തില്ലെങ്കിലും എല്ലാവർക്കും ഇത് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വയസ്സായ ആളുകളാണെങ്കിൽ അവരുടെ മക്കളത് വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാവണം. അത് നിറയെ പേര് തയ്യാറാവാത്താണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റിലേറ്റീവ്സ് തന്നെ 3-4 പേർക്ക് ഞാൻ പ്രൊഡക്റ്റ് എല്ലാം കൊടുക്കാൻ പറ്റില്ല. റിസ്റ്റ് ബാൻഡ് വാട്ടർ എനർജി പാഡൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മാവൻ, അമ്മായി, അതേമാതിരിയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് അവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാം ഫുള്ള് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കഴിയുന്നതും എല്ലാ ആൾക്കാർക്കും ഈ മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുക. ഇത് നമുക്ക് വളരെ ഒരു പുണ്യമുള്ള പ്രവൃത്തിയാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. താങ്ക്സ്. ഈ ബയോട്ടോറിയം എല്ലാ ലീഡേഴ്സിനെയും നന്ദി പറയുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഷാജി സാർ, ഒരു കാര്യം പറഞ്ഞിട്ടെ. ഞാൻ തൃശ്ശൂരിന്ന് ഷിൻസ് ടീച്ചറാണേ. മനസ്സിലായല്ലോ? അതെ, ഇപ്പൊ സാറ് പറഞ്ഞൊരു കാര്യത്തിനാ ഉറക്കില്ല എന്ന് പറഞ്ഞില്ലേ, ആ സാറിനോട് എന്നെ ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ പറയും. ഞാൻ അതിന്റെ റീസൺസ് പറഞ്ഞു കൊടുക്കാം. അത് പേഴ്സണലി പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ ഉറക്കത്തിന്റെ പ്രശ്നം പറഞ്ഞ വ്യക്തിയില്ലേ, ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, എന്നോട് പേഴ്സണലി കോൺടാക്ട് ചെയ്താല് ഞാൻ എന്റെ റീസൺ പറഞ്ഞുതരാം. അത് പേഴ്സണലി പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് ഞാൻ പറയുന്നത് ഒരു ഡയബറ്റിക് വല്ലാത്തൊരു അസുഖമാണ്. നമുക്ക് അത്രയും രൂക്ഷത്തിലേക്ക്, അത്രയും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വലിയ രീതിയിൽ അപകടാവസ്ഥയിലേക്ക് പോകുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് 300-400 അതിന് മേലെയുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ധാരാളം റിസൾട്ട്, നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് വന്ന് മരുന്നൊക്കെ നിർത്തിയിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. ഞാൻ സാറ് പറഞ്ഞ ഒരു കാര്യം മെയിൻ പോയിന്റ് മാത്രമാണ് പറയുന്നത്. പിന്നെ എന്താ പറയാ, കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ അടുത്ത സംസാരിക്കും പ്ലീസ്. ഞാൻ സംസാരിക്കുന്നില്ല, അടുത്ത സംസാരിക്കും, സമയം കളയണ്ട. നമസ്കാരം.
ശ്രീകുമാർ സാർ നമസ്കാരം. ശ്രീകുമാർ സാർ, ഞാൻ കൊല്ലം ഡിസ്ട്രിക്ട് ഓഫീസറാണ് ശ്രീകുമാർ. ഞാൻ ഇതിനകത്ത് പൊതുവായിട്ട് ഒരു 1-2 കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ വന്നത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 15 വർഷമായിട്ടുള്ള അലർജി 7 ദിവസം കൊണ്ട് മാറി. 7 ദിവസം അത് കഴിഞ്ഞ് 7 ദിവസം കൊണ്ട് 20 പേർക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്ത് 20 പേർക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി എടുത്തത്. അതായത് 1 മാസത്തിനകത്ത് ഞാൻ ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി എടുത്തു. ഇത്രയും അമേസിങ് റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി എടുത്തത്. ഞാൻ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും റിസൾട്ട് പറയാൻ ഒരുപാടുണ്ട്. റിസൾട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. പ്രധാനമായിട്ട് ഈ സോറിയാസിസ്, വെരിക്കോസ്, പൈൽസ്, മൈഗ്രെയിന്, യൂറിക് ആസിഡ്, സ്ട്രോക്ക് വന്നവർക്ക്, പിന്നെ ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ 12 വർഷമായിട്ട് ഉപ്പ് വെള്ളം രാത്രി കുടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പം 6 മാസത്തോളമായി ഇന്ന് വരെ പിന്നെ ഉപ്പ് വെള്ളം കുടിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ചിത്രവത്സല, അവര് ബ്ലോക്ക് മെമ്പറാണ്. പിന്നെ മെമ്പറുടെ ഹസ്ബൻഡ് സാധാരണ ഒന്നിലും ഉൾക്കൊള്ളുന്ന ഒരാളല്ല. അദ്ദേഹമൊക്കെ ഇപ്പം ചിത്രവത്സല മാഡത്തിന് ഭയങ്കര സപ്പോർട്ടാണ്. എന്നിട്ട് അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതെല്ലാവരും ചെയ്യേണ്ടത് കൃത്യമായിട്ടും ഇത് നമ്മൾ പരമാവധി വീടുകളിൽ പോയി ഭാര്യയും ഭർത്താവും മക്കളും കേക്ക് ഈ വിഷയം സംസാരിക്കുക. അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് വരും. ഇപ്പൊ ഒരാള് ഭർത്താവിന്റെ അടുത്ത് ഭർത്താവ് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ട് ഭാര്യ എന്ന് പറയുമ്പോൾ ഭാര്യ ഉൾക്കൊള്ളത്തില്ല. അന്നേരം ഇത് നമ്മൾ കൃത്യമായി വീടുകളിൽ ചെന്ന് മക്കളോട് ഉള്ള സമയത്ത് ചെന്ന് സംസാരിച്ചാൽ ഇതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടും. പിന്നെ ഇന്നത്തെ മീറ്റിംഗ് വളരെ നല്ലതായിരുന്നു. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മീറ്റിങ്ങുകളിൽ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും ആക്റ്റീവ് മെമ്പേഴ്സ് ആണ്. അന്നേരം നമ്മൾ എല്ലാവരും ഒരു ദിവസം ഒരു 2 പേരെയെങ്കിലും ഈ മീറ്റിങ്ങിൽ പങ്കെടുപ്പിച്ചാൽ നമുക്കിത് വളരെ ഗംഭീരമായിട്ട് ഇത് വിജയിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സുരേഷ് സാർ, പറയൂ. എൻ്റെ പേര് സുരേഷ്, കൊയിലാണ്ടിയാണ് സ്വദേശം. ഞാനൊരു 5 മാസത്തോളമായി ഇതിൽ വന്നിട്ട്. എനിക്ക് പ്രൊഡക്റ്റ് തന്നത് നമ്മളെ രാമനാട്ടുകാരെ ഷാജിദ് സാറും പ്രീതി മേഡം കൂടിയാണ്. അപ്പൊ അവര് വന്നപ്പോ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് ഇതൊരു ദൈവസ്പർശമുള്ള പ്രൊഡക്റ്റാണ് സുരക്ഷയിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മളത് ഉപയോഗിച്ചപ്പോ 1 മാസത്തോളം 1.5 മാസം നമ്മളെ ഫാമിലി ഉപയോഗിച്ചു. അപ്പൊ അതിൽ നല്ലൊരു റിസൾട്ട് കിട്ടി. അതോടെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു ഫ്രണ്ടിന് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് അവർക്കൊരു പ്രൊഡക്റ്റ് കൊടുത്തായിരുന്നു. അപ്പൊ അതില് പ്രധാന അത്ഭുതമായിട്ട് പറയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിലെല്ലാം ഒരു അത്ഭുതമായ ഒരു റിസൾട്ട് എന്നോട് പറഞ്ഞത്, എനിക്ക് സുരേഷ് എനിക്ക് 35 വർഷമായിട്ട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട എൻ്റെ അസുഖം എന്താ പറഞ്ഞാല് ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് ഭക്ഷണം കഴിച്ച് കൈ കഴുകുന്നതിന് മുന്നേ എനിക്ക് ടോയ്ലറ്റ് പോകേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എവിടെയും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പേടിയാണ്. എവിടെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഈ 10-35 വർഷമായിട്ടുണ്ട്. പക്ഷെ അവർക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച പല പ്രശ്നങ്ങളും ഉണ്ട്. യൂറിക് ആസിഡ്, അങ്ങനെ പല പ്രശ്നങ്ങളും, തലവേദന, യൂറിക് ആസിഡ്, ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹം പെട്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞത് ഇതാണ്, ഇങ്ങനെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് പറഞ്ഞത്. ഈ പ്രശ്നം ഞാൻ 25 ദിവസമാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചത്. 25 ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഈ 35 വർഷമായിട്ടുള്ള എൻ്റെ ഈ അവസ്ഥ ഒന്ന് മാറി കിട്ടി. ഇന്നേക്ക് 5 ദിവസമായി ഈ പ്രശ്നമേ ഇല്ല. 30-ാമത്തെ ദിവസമാണ് പറയുന്നത്. ഇന്നത് ഈ 5 ദിവസമായിട്ട് എനിക്ക് പ്രശ്നമേ ഇതുവരെ ഉദിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഷാജി സാർ പറഞ്ഞ ഈ കാര്യത്തിൽ എന്താ പറഞ്ഞാല്, ഈ ദൈവസ്പർശമുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഇത് ജനങ്ങളിലേക്ക് എല്ലാവർക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത് വെച്ചിട്ട് സാർ വെരി ഗുഡ് സാർ, വലിയ സന്തോഷം സാർ. എന്തെങ്കിലും നമുക്ക് അത് വലിയ വാക്കുകളാണ് സാറ് പറഞ്ഞിരുന്നത്. ഞാൻ കൂടുതൽ എനിക്കൊന്നും പോകുന്നില്ല, കാരണം സമയക്കുറവുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് ഇന്നത്തെ ഞാൻ ചെറിയൊരു അവലോകനം മാത്രം നടത്തിയിട്ട് ഞാൻ നമ്മുടെ മനസ്സറുണ്ടല്ലോ അല്ലേ സാർ,
സാർ ഇല്ല അവിടെ വടകര. സാർ ഞാൻ മനസ്സിലാക്കുക, നമുക്ക് ഇന്നത്തെ ഒരു അവലോകനം ചെറിയ നമ്മൾ ഇത്രയും ആൾക്കാർ സംസാരിച്ചതിൽ നിന്നൊരു അവലോകനം നടത്തിയിട്ട് ഞാൻ അഭിലാഷ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നതായിരിക്കും. മനസ്സിലാക്കുക, നമുക്ക് ചിത്രവത്സല മാം എന്ന് പറയുന്നത് അമ്മയുടെ 53 വയസ്സുള്ള അമ്മയാണ്. ഇപ്പോഴും കശുവണ്ടിയുടെ ജോലി ചെയ്യാൻ പോകുന്ന പറഞ്ഞത് അസുഖങ്ങളെ എല്ലാം മാറി പരിപൂർണമായിട്ട് നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അസുഖം മാറി ആരോഗ്യത്തിലേക്ക് വന്ന് ജോലിക്ക് പോകുന്ന പറഞ്ഞത് 83 വയസ്സാണ് എന്റെ സുഹൃത്തുക്കളെ. പുതിയ ആൾക്കാരോടാണ് ഞാൻ വീണ്ടും ഊന്നി പറയുന്നത് കേട്ടോ. അതുകൂടാതെ 6000 രൂപ മെഡിസിൻ കഴിച്ചിരുന്നത്, 1000 രൂപയ്ക്ക് ഒരു പ്രതിമാസം മെഡിസിൻ കഴിച്ചത്, അത് നിർത്തി നല്ല ആരോഗ്യത്തിലേക്ക് വരിക. ഞാൻ മെയിൻ പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി പോവാണ്. വാരിയല് കിടന്ന് റെസ്റ്റ് നമുക്ക് വേണമെന്ന് പറഞ്ഞത് ഡോക്ടേഴ്സ് അടക്കം വാരിയലിന് ജോഷി സാറിന്റെ റിസൾട്ടാണത്. ഡോക്ടേഴ്സ് അടക്കം അലോപ്പതി ആയുർവേദ ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ട് പോയ ഒരു ആളായിരുന്നു നമ്മുടെ ജോഷി സാർ. അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആ ഡോക്ടേഴ്സ്, അലോപ്പതി ആയുർവേദം ഡോക്ടേഴ്സ് വരെ കൈയൊഴിഞ്ഞ ആ ഒരു കാര്യത്തിന് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഏറ്റവും നല്ല ആരോഗ്യത്തിലേക്ക് അവർ വരിക. പിന്നെ അതുകൂടാതെ ഒരു കുട്ടിക്ക് ആമവാദം ഏറ്റവും നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അതുകൂടാതെ വേറെ എന്ന് പറയുന്നത് ഞാൻ യൂറിക് ആസിഡ് കിഡ്നി സ്റ്റോൺ ഒക്കെ മൂലം ധാരാളം ആൾക്കാരാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുക, നമ്മുടെ ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് മർമ്മപ്രധാനമായ മനുഷ്യന് വേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നടക്കുന്നതിലൂടെ എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ച് രോഗപ്രതിരോധ ശേഷിയൊക്കെ കറക്റ്റായി, നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് കറക്റ്റായി, ഹോർമോൺ ബാലൻസ് കറക്റ്റായി, എന്തിനു പറയുന്ന എല്ലാ സിസ്റ്റം ക്ലിയർ ആയി ഏറ്റവും നല്ല ആരോഗ്യത്തിലേക്ക് അത് വയസ്സായ ആൾക്കാരായാലും പോലും അവരെ കൊണ്ടുവരിക എന്നുള്ള മഹത്തായ ഒരു കർമ്മമാണ് ഈ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ ബാറ്ററിയം ഗ്രേറ്റ്. എത്ര പറഞ്ഞാലും നമുക്ക് വാക്കുകളില്ല പറയാനായിട്ട് നമ്മുടെ ഈ ബാറ്ററിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പൊ ഞാൻ പറയുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏരിയ വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലും നമ്മുടെ ഇപ്പൊ എനിക്ക് മനസ്സിലൊരു ആദ്യം ഒരു എന്താ പറയാ ഒരു മടി ഉണ്ടായിരുന്നു. നമ്മുടെ ഏരിയ വൈസ് സാറ് ഉദ്ദേശിച്ചത് നമ്മുടെ ഭഗത് സാറാണ് പറഞ്ഞത്. ഞാനത് ആ ഒരു പോയിന്റ് ഞാൻ ഊന്നി പറയാണ്. എന്റെ നാട്ടിലും എന്റെ അയൽവക്കക്കാരോടും നാട്ടുകാരോടും പറയാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നിപ്പോ 15ാമത്തെ മാസമാണ് ഞാൻ ഈ ബാറ്ററിൽ പ്രവർത്തിക്കുന്നത്. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ മടിയില്ല. ഞാൻ അയൽവക്കക്കാരടുത്ത് എന്റെ നാട്ടുകാരോട് നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ, അത്രയും കോൺഫിഡൻസ് ആണ് ഇപ്പോ. ആ ഒരു കോൺഫിഡൻസ് ഈ പ്രൊഡക്റ്റിൽ നിന്നും ഈ പ്രൊജക്റ്റിൽ നിന്നും ഈ കമ്പനി നമുക്ക് നൽകുകയാണ്. ഇത് നൽകിയിട്ടുള്ള നമ്മുടെ സയന്റിസ്റ്റ് ഡോക്ടർ സാഗർ ജോഷി സാറിന് നമിക്കണം എന്ന് പറഞ്ഞാൽ നമിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നമ്മളെല്ലാവരും ഉൾപ്പെടുത്തണം അദ്ദേഹത്തിന്. നമ്മുടെ മനോജ് സാറിവിടെ നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ ഈ ഒരു മഹത് പ്രസ്ഥാനം, ഈ ഒരു മഹത് ചികിത്സ, ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യ സമ്പത്ത് നൽകാൻ പറ്റുന്ന ഇത്രയും വലിയൊരു കാര്യം എത്തിച്ചത് നമ്മുടെ മനോജ് സാറാണ്. മനോജ് സാറിന് എത്ര പറഞ്ഞാലും നന്ദി തീരില്ല. എല്ലാ ലീഡേഴ്സിനും, ഞാൻ ഓരോ ലീഡേഴ്സിനും പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ലീഡേഴ്സിനും എല്ലാ അർത്ഥത്തിലും മനസ്സിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ എന്താ പറയുക, ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ഈ പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഇന്ന് സെക്ഷനിൽ വന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നം എന്താണ്, നിങ്ങൾ ആരാണ് ഈ ഒരു സെഷനിലേക്ക് പരിചയപ്പെടുത്തിയത്, ഈ സെഷനിലേക്ക് ക്ഷണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുക, പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക, കൃത്യവണ്ണം ഉപയോഗിക്കുക, അവർ പറയുന്ന പോലെ നന്നായിട്ട് ഉപയോഗിക്കുക. ബെഡിൽ കിടക്കുക, റിസ്റ്റ് ബാൻഡ് കിട്ടുക, അത് മാത്രമല്ല വെള്ളം ഒരു 3-4 ലിറ്റർ വെള്ളം നന്നായിട്ട് കുടിക്കുക. മാഗ്നറ്റൈസ് വാട്ടർ ആണ് ഇത്. ചൈനക്കാർ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു വാക്കാണ് ഞാൻ വീണ്ടും പറയേണ്ടത്. ചൈനക്കാർ നമ്മുടെ ഈ മാഗ്നറ്റൈസ് വാട്ടറിന് പറയുന്നത് വണ്ടർ വാട്ടർ എന്നാണ്, അത്ഭുതകരമായ ജലം എന്നാ പറയുന്നത്. അപ്പൊ അത് അത്രയും നമുക്ക് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന, നമുക്ക് എത്രമാത്രം വെള്ളം കുടിക്കുന്നു, മാഗ്നറ്റൈസ് വാട്ടർ കുടിക്കുന്നു, ആ കുടിക്കുന്ന ആൾക്കാർക്ക് അത്രയും കൂടുതൽ വെള്ളം കുടിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യത്തിൽ അഭിവൃദ്ധി വരുന്നത്, ഹെൽത്തിന് കൂടുതൽ റിസൾട്ട് നമുക്ക് വരുന്നത്. അപ്പൊ അത് മറക്കരുത്. നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. എല്ലാവർക്കും എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് അഭിലാഷ് സാറിനെ ഞാൻ വിളിക്കുകയാണ്. അഭിലാഷ് സാർ, എല്ലാ ബഹുമാന സ്നേഹത്തോടുകൂടി ഞാൻ അഭിലാഷ് സാറിനെ വിളിക്കുകയാണ്. വെൽക്കം സാർ. ഗുഡ് മോർണിംഗ്. നമ്മുടെ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്ന സാർ പ്ലീസ്. ഓഡിയബിൾ അല്ലേ? ഓഡിയബിളാണ് സാർ, പറഞ്ഞോളൂ സാർ. ഒരു സെക്കൻഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു ഓട്ടത്തിലായിരുന്നു, കോട്ടയത്താണുള്ളത്. ഇന്ന് രാവിലെ തുടങ്ങി കറക്റ്റ് 6:05 മുതൽ ഈ ഒരു സമയം വരെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ റിസൾട്ടുകൾ പങ്കുവച്ചു. നമ്മുടെ ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും.
അതില് ഇപ്പോ ചെറുതും വലുതുമായ റിസൾട്ടുകൾ അത് ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചെറുതോ വലുതോ എന്നുള്ള രീതിയിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഉറക്കമില്ലായ്മ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അതൊരു ചെറിയ പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ വർഷങ്ങളായിട്ട് ഉറക്കം കിട്ടാതെ ജീവിതത്തിൽ വലിയ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ രോഗാവസ്ഥ, അങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യർക്ക് ഉറക്കമില്ലായ്മ സംഭവിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ആ രീതിയിൽ അവര് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉറക്കമില്ലായ്മ അനുഭവിച്ചാലേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഒരുപാട് ആളുകൾ അവർക്ക് ഉറക്കം കിട്ടിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെയധികം സന്തോഷം. അത്തരക്കാരിലേക്ക് നമുക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ കഴിയും. അങ്ങനെ ജീവിതത്തിൽ നാനാ മേഖലയിലുള്ള നാനാ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നമുക്കിത് എത്തിക്കാൻ വേണ്ടി കഴിയും. അതിലൊരു അടിസ്ഥാനപരമായ കാര്യം, നമ്മൾ ആരും ഒരു ഡോക്ടറായി മാറേണ്ടതില്ല. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ, നമുക്ക് കിട്ടിയ റിസൾട്ടുകളെ കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്, ഇതിന്റെ സയൻസ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് ഇപ്പൊ പല ആളുകളും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളെ സമീപിച്ചിട്ട് അവരോട് കറക്റ്റ് പറയുന്നു. ഇതൊക്കെ നമ്മൾ ആ ഒരു നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഇതിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസുകൾ ഉള്ള ഒരു മേഖലയാണ്. കാരണം ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാല് വലിയ ലോബികളുള്ള ഒരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പുറത്ത് നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ആളുകൾ അതിനെ നെഗറ്റീവായിട്ട് പബ്ലിസിറ്റി ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ജാഗ്രതയുള്ള ആളുകളായിരിക്കണം. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് കൃത്യമായ രീതിയിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി, രോഗികളെ നോക്കണ്ട, രോഗികളെ തേടി പോകരുത് എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്ക് ഇല്ല. അത്തരക്കാരിലേക്ക് അവരുടെ റിസൾട്ടുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സെയിൽസുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു കമ്പനിയുടെ വക്താക്കളാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഉത്തരവാദിത്തങ്ങളാണ് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് എത്തിക്കുന്ന സമയത്ത് ഇത്തരം വീഴ്ചകൾ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മളെല്ലാവരും ജാഗ്രത കാണിക്കണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാം. എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് ഇരിക്കുന്നത്. ഇനി വരുന്ന ബുധനാഴ്ച നമ്മുടെ ഈ റിസൾട്ട് പറയുന്ന പ്രോഗ്രാമാണ് വൈകിട്ട്. അപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ ആ പ്രോഗ്രാമിലേക്ക്, അപ്പൊ നിരന്തരമായി ഈ പ്രോഗ്രാമിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു പിക്ചർ കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു കൃത്യമായ രീതിയിലേക്കുള്ള ഒരു വിഷനുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് നല്ല രീതിയിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അതിലൂടെ ഈ റിസൾട്ടുകൾ മനുഷ്യരിലേക്ക് നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് പുതിയ റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് നമ്മുടെ കൊച്ചു റിസൾട്ടുകളാണെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന വീഡിയോസ്, അതിന്റെ ഓഡിയോ ആയിട്ടാണെങ്കിലും വീഡിയോ ആയിട്ടാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. ഇതിലെ ഈ ഒരു സമയം വരെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കയറിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സാറ് വളരെ നന്നായിട്ട് തന്നെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ MC കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ലീഡർ ഷാജി സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഈ റിസൾട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരുപാട് വ്യക്തികൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അതിന്റെ താങ്ക് യു.